ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 7 ഇന്റഗ്രൽസ് ആണ്. മിക്ക പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും പാടായിട്ട് തോന്നുന്ന ഒരു ചാപ്റ്റർ ഞാൻ ഇന്റഗ്രൽസ്. ഇന്റഗ്രൽസിലെ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഇന്റഗ്രൽസ് എന്ന് പറയുന്നത് ഒരു സിനിമ പോലെ പഠിച്ചു വെക്കുക. അതിൽ നിന്ന് ഇത്ര ഭാഗങ്ങളുണ്ട്, ഇത്രയും രംഗങ്ങളിലുണ്ട്. ഓക്കെ, അപ്പോൾ പരീക്ഷ പേപ്പറിൽ ഇതിൽ ഏത് രംഗത്തിൽ നിന്ന് വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. അപ്പോൾ ആ രംഗം ഏതാണെന്ന് മനസ്സിൽ ചിത്രീകരിച്ചുകൊണ്ട് അവിടെ നമ്മൾ കണ്ടതും ഉപയോഗിച്ചതുമായ ഇക്വേഷൻസ് വെച്ച് വേണം ആ പ്രോബ്ലം ചെയ്യാൻ. അങ്ങനെ ഓരോ പാർട്ടായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പം ഇന്റഗ്രേഷൻ കുറച്ചുകൂടി ഈസി ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 6 ടോപ്പിക്സ് ആണ് വരുന്നത്. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇന്റഗ്രേഷൻ യൂസിംഗ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്, ഇന്റഗ്രേഷൻ ഓഫ് സം പർട്ടിക്കുലർ ഫംഗ്ഷൻ, പാർഷ്യൽ ഫംഗ്ഷൻ, പ്രൊഡക്റ്റ് റൂൾ, ഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഇത് പഠിക്കുമ്പോൾ തന്നെ അതിന്റെ മോഡൽ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ അതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോണ്ട് നമുക്ക് എളുപ്പം പഠിച്ചെത്തിക്കാൻ സാധിക്കും. അപ്പോൾ പരീക്ഷയുടെ ഇരിക്കുമ്പോൾ ഇന്നത് പ്രൊഡക്റ്റ് റൂളാണ് ഉപയോഗിക്കേണ്ടത്, അതോ പാർഷ്യൽ ഫംഗ്ഷൻ ആണോ, അത് എന്നുള്ള രീതിയിൽ തെറ്റാതിരിക്കാൻ മോഡൽ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഉപയോഗിക്കുന്ന ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് ആണ് പറയുന്നത്. ഈ പാഠത്തിൽ ഇക്വേഷൻസ് അറിയാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഞാനിപ്പോൾ 15 സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ് പഠിച്ചിരുന്നത്. ഇതിലെ ബേസിക് ഇക്വേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ബേസിക് പഠിച്ചിട്ട് ഈ പറയുന്ന 6 ടോപ്പിക്സിലേക്ക് പോകാം. ഇന്റഗ്രേഷൻ ഇക്വേഷൻസ്. ഇന്റഗ്രൽ ഓഫ് dx. ഇവിടെ dx എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എപ്പോഴും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രേഷൻ സിമ്പിൾ ഇടും, അതുപോലെ തന്നെ dx എന്നും കൂടെ ഇടും. ഇതിന്റെ ഇടയിലുള്ളതാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇതിന്റെ ഇടയിൽ ഇപ്പോൾ ഒന്നുമില്ല, അത് വിചാരിച്ചത് 0 എന്നല്ല, ഇവിടെ 1 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്റഗ്രൽ ഓഫ് 1 dx അഥവാ ഒന്നിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എന്താണെന്ന് ഇവിടെ ചോദിക്കുന്നത്. നമുക്കറിയാം ഇന്റഗ്രൽ ഓഫ് 1 x പ്ലസ് c ആണ്. ഓക്കെ, ഇനി ഇന്റഗ്രൽ ഓഫ് e റേസ് ടു x dx. ഇതിൽ e റേസ് ടു x ഇന്റഗ്രൽ ആണ് ചോദിച്ചത്, അത് ഇത് തന്നെയാണ് e റേസ് ടു x പ്ലസ് c. ഇനി x റേസ് ടു n dx. ഇവിടെ x റേസ് ടു n എന്ന് പറയുമ്പോൾ നമുക്കറിയാം x റേസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഇമോളേറ്റ് ചെയ്ത് n പ്ലസ് 1 പ്ലസ് c. ഇനി ഇന്റഗ്രൽ ഓഫ് a റേസ് ടു x. ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ x എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കോൺസ്റ്റന്റും n എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ പവറുമാണ്. ഇവിടെ a എന്ന് ഉദ്ദേശിക്കുന്നത് ഏതോ ഒരു നമ്പറും x എന്ന് ഉദ്ദേശിക്കുന്നത് ഏതോ ഒരു നമ്പറുമാണ്. അപ്പോൾ രണ്ടിലും വലിയ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ a റേസ് ടു x dx എന്ന് പറയുമ്പോൾ നമുക്കറിയണം അത് a റേസ് ടു x തന്നെയാണ് ബൈ ലോഗ് a. നമ്മൾ ലോഗ് എപ്പോഴും ഉപയോഗിക്കുന്നത് x നെ താഴോട്ട് ഇറക്കാനാണ്. ആ രീതിയിൽ ഞാൻ ഇവിടെ മാർക്ക് ആവുന്നത് ലോഗ് a പ്ലസ് c. ഓക്കെ, എല്ലാവരും സി ഇടാൻ മാർക്ക് ചെയ്തു. ഓക്കെ, ഇതാണ് ഇന്റഗ്രൽ ഇന്റഗ്രേറ്റ് ചെയ്ത ഫാക്ടർ. പക്ഷേ ഇതെന്ന് പറയുന്നത് എപ്പോഴും ഇടണം ഒരു കോൺസ്റ്റന്റ് വാല്യൂ പോലെ. ഇനി ഇന്റഗ്രൽ ഓഫ് 1 ബൈ x dx. 1 ബൈ x വരുമ്പോൾ നമുക്കറിയാം ലോഗാണ്, ലോഗ് മോഡുലസ് x പ്ലസ് c. ഇനി നമുക്ക് ഇപ്പോൾ 5 സെറ്റ് ബേസിക് ആണ് ഇത് പഠിച്ചിരിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രൽ സൈൻ എക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോസ് ആണ്, കോസ് എക്സ്. നമ്മൾ ഡിഫറൻസിയേഷൻ പഠിച്ചാണ്. പക്ഷേ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉത്തരത്തിൽ എപ്പോൾ സി വന്നാലും മൈനസ് ഇടണം. ഓക്കെ, ഉത്തരത്തിൽ എപ്പോൾ സി വന്നാലും മൈനസ് ഇടണം. ഡിഫറൻസിയേഷൻ വരുമ്പോൾ ചോദ്യത്തിൽ എപ്പോൾ സി വന്നാലും ഉത്തരത്തിൽ മൈനസ് ഇടണം. ഓക്കെ, ഇതാണ് അവിടെ നമ്മുടെ വ്യത്യാസം. ഇവിടെ എപ്പോഴും ഉത്തരത്തിൽ സി വന്നു കഴിഞ്ഞാൽ മൈനസ് ഇടണം. ഓക്കെ, ഇനി കോസ് എക്സിനെ നമുക്കറിയാം സൈൻ എക്സ് ആണ്. സൈനസ് ഇവിടെ സീഡാൻ മാർക്ക് ചെയ്ത് കണ്ടോട്ടും. ഇനി ടാൻ എക്സിന്റെ നമുക്കറിയാം ടാൻ എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രത്യേകത ലോഗ് മോഡുലസ് സീക്ക് എക്സ് പ്ലസ് സി ആണ്. ഓക്കെ, ലോഗ് മോഡുലസ് സീക്ക് എക്സ് പ്ലസ് സി. ഇനി സീക്ക് സ്ക്വയർ എക്സ്, സീക്കിന്റെ മുകളിൽ സ്ക്വയർ വന്നാൽ എസിന്റെ കൂടെ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയണം അത് ടാൻ ആണ് വരാം. ഓക്കെ, ടാൻ എക്സ് പ്ലസ് സി, ടാൻ എക്സ് പ്ലസ് സി. ഈ എസ് കഴിഞ്ഞാൽ അപ്പുറത്തെ എ ബി സി ഡി എസ് കഴിഞ്ഞാൽ നമുക്കറിയാം ടി ആണ്, എസ് ടി പി ക്യു ആർ എസ് ടി എന്നല്ലേ. അപ്പോൾ ടാൻ എക്സ് പ്ലസ് സി. ഇനി കോസിന്റെ ഈ സിക്ക് ഒപ്പം സ്ക്വയർ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത് കോട്ടാണ്, കോട്ട്. അതായത് ഇവിടെ സ്ക്വയറിന് രണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ രണ്ട് വാക്ക്. അപ്പോൾ ഒന്ന് സി ഒ ടി, കോട്ട് എക്സ് പ്ലസ് സി. നമുക്കറിയാം സി ഉത്തരത്തിൽ വന്നാൽ മൈനസ് ഇടണം. ഓക്കെ, അത് 5 സെറ്റ് പഠിച്ചു. ഇനിയുണ്ട് ഒരു 5 സെറ്റും കൂടെ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ്. ഇവിടെ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ട് വേരിയബിൾ ഉണ്ടെങ്കിൽ ഇത് വെട്ടിക്കളയാം, എന്നിട്ട് ഇതന്നെ എഴുതാം. ഓക്കെ, അപ്പോൾ എന്ത് എഴുതാം? സീക്ക് എക്സ് പ്ലസ് സി, സീക്ക് എക്സ് പ്ലസ് സി. ഇനി ഇവിടെ കോസീക്ക് എക്സും കോട്ടെക്സും രണ്ടെണ്ണം വരുന്നുണ്ട്. ഇവിടെ സ്ക്വയർ ചെയ്യാനുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. സ്ക്വയർ ഉണ്ടെങ്കിൽ ആൾ മാറും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞാൽ കോസീക്ക് എക്സ് കോട്ടെക്സ് ഡി എക്സ്. അപ്പോൾ ഇവിടുത്തെ ഈ കോട്ടെക്സ് വെട്ടിക്കളയും നമുക്ക് കോസീക്ക് എക്സ് എഴുതാം. കോസീക്ക് എക്സ് പ്ലസ് സി. ഇവിടെ സി ആയതുകൊണ്ട് നമ്മൾ മൈനസ് ഇടുന്നു. ഓക്കെ, ഇനി സീക്ക് എക്സ് ഡി എക്സ്. സീക്ക് എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്ക്വയർ ചെയ്യാനുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ സീക്സ് ഒറ്റയ്ക്ക് ചോദിച്ചത് നേരത്തെ നമ്മൾ സീക്സ് കണ്ടിരുന്നു, പക്ഷേ അവിടെ സ്ക്വയർ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇതിൽ തമ്മിലുള്ള വ്യത്യാസം. സ്ക്വയർ ഇല്ലാത്തപ്പോൾ നമ്മൾ കാര്യം ആലോചിക്കുക, അതിൽ മോഡുലസ് വരും, ലോഗ് മോഡുലസ് വരും. ഓക്കെ, ഇവിടെ സ്ക്വയർ ഇല്ല, അപ്പോൾ നമ്മൾ എഴുതുന്നു ലോഗ് മോഡുലസ്. ഇനി ഇവിടെ സീക്സ് എന്നല്ലേ, അപ്പോൾ അതിനെ ഇവിടെ എഴുതാം സീക്സ് പ്ലസ് സീക്കിന്റെ എസ് കഴിഞ്ഞാൽ നമുക്കറിയാം ടി ആണ്, അപ്പോൾ ടാൻ എക്സ് പിന്നെ പ്ലസ് സി. ഇനി ഇവിടെ നോക്കുമ്പോഴും കോസീക്ക് എക്സ് ഡി എക്സ് ആണ്. ഇവിടെ സ്ക്വയർ ഇല്ല, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം സ്ക്വയർ ഇല്ലാത്തതുകൊണ്ട് ലോഗ് മോഡുലസ് വരും. ലോഗ് മോഡുലസ് കോസീക്ക് എക്സ് മൈനസ് കോട്ടെക്സ്. നമ്മൾ കോസീക്കിന്റെ പഠിച്ചപ്പോൾ സ്ക്വയർ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ രണ്ടാണല്ലോ ഉള്ളത്. അപ്പോൾ അതെ കോട്ടെക്സ് പ്ലസ് സി. ഇനി കോട്ടെക്സ് ഡി എക്സ്, ഇന്റഗ്രൽ ഓഫ് കോട്ടെക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയിക്കണം ലോഗ് സൈൻ എക്സ് പ്ലസ് സി, സൈൻ എക്സ് പ്ലസ് സി. ഇതും തെറ്റാണ് പഠിച്ചു വെച്ചോട്ടെ, എല്ലാവരും മറക്കേണ്ടതാണ്. സീക്വൻസും പിന്നെ ഇവിടെ ടാൻ എക്സിൻ്റെയും ഇവിടെ ലോഗ് മോഡൽസ് വരുന്നുള്ള കാര്യം. ഓക്കെ, ഇത്രയാണ് ബേസിക് ഇക്വേഷൻ. ഇതുവരെ പഠിച്ചു ഉറപ്പാക്കിയിട്ട് ബാക്കി വീഡിയോക്ക് കിടക്കാം. കാരണം ഇക്വേഷൻ അറിയാണ്ട് ഇനി ചെയ്യുന്ന പ്രോബ്ലം ഒക്കെ എന്തോ പോലെ തോന്നും. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ബേസിക് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫൈൻഡ് ദ ആന്റി ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ്. ഇവിടെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ ഇ റേസ് ടു 2x dx ഈക്വൽ ടു ഇ റേസ് ടു 2x ഇന്റഗ്രൽ നമുക്കറിയാം ഇ റേസ് ടു 2x തന്നെയാണ്. ഇവിടെ ആന്റി ഡെറിവേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്റഗ്രേഷൻ ആണ്. കാരണം ഡെറിവേറ്റീവിന്റെ ഒരു റിവേഴ്സ് പ്രോസസ് ആണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ആന്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇനി ഇ റേസ് ടു 2x dx ന്റെ ഇന്റഗ്രൽ ഇ റേസ് ടു 2x തന്നെയാണ് നമുക്കറിയാം. പക്ഷേ ഇവിടെ നമുക്ക് കാണാം 2x ആണ്. നമ്മൾ ഇ റേസ് ടു x ആണ് ഇ റേസ് ടു x പ്ലസ് എന്ന് പഠിച്ചത്. പക്ഷേ 2x എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്തിന്റെ ഒപ്പം രണ്ട് ഫംഗ്ഷൻ പോലെ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് മുകളിലുള്ള ഡെറിവേറ്റീവ് താഴെ എഴുതണം. 2x ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 2 ന്റെ ഡെറിവേറ്റീവ് 2 തന്നെയാണ്. x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 2 × 1 2 തന്നെ കിട്ടും പ്ലസ് സി. ഇതാണ് അതിന്റെ ഉത്തരം. ഓക്കെ, ഇ റേസ് ടു 2x ബൈ 2 പ്ലസ് സി. സി ഇപ്പോഴും മാർക്ക് ചെയ്തത്. ഇനി താഴോട്ട് പോകുമ്പോൾ ഫൈൻഡ് ഇന്റഗ്രൽ x സ്ക്വയർ 1 മൈനസ് 1 ബൈ x സ്ക്വയർ dx. ഇതിൽ നമ്മൾ x സ്ക്വയർ 1 മൈനസ് 1 ബൈ x സ്ക്വയർ dx എന്നുള്ളത് ഇവിടെ ഈ sin 2x ന്റെ ഇന്റഗ്രേഷൻ ആന്റി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ളത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അതിൽ തന്നെ ചെയ്തോളൂ. വളരെ എളുപ്പമാണ്. നേരത്തെ ഉപയോഗിച്ച ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. നമുക്ക് കുറച്ച് കോംപ്ലക്സ് ആയിട്ട് ചെയ്യാം. x സ്ക്വയർ 1 മൈനസ് 1 ബൈ x സ്ക്വയർ dx ആണ്. ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് x സ്ക്വയർ പുറത്തും ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. x സ്ക്വയറിനെ 1 നോടും x സ്ക്വയറിനെ ഈ 1 നോടും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ഇന്റഗ്രൽ ഓഫ് x സ്ക്വയർ മൈനസ് x സ്ക്വയർ ഇൻറ്റു 1 ബൈ x സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ നമുക്ക് കിട്ടാം. അപ്പോൾ നമുക്ക് കിട്ടി x സ്ക്വയറും x സ്ക്വയറും ക്യാൻസൽ ആയി പോയി. പിന്നെ നമുക്കുള്ളത് കിട്ടുക ഇന്റഗ്രൽ x സ്ക്വയർ
മൈനസ് 1 എക്സ് സ്ക്വയർ മൈനസ് 1 ഡി എക്സ് എന്നായി. ഓക്കെ അല്ലേ? അതെ, ഇവിടെ ഡി എക്സ് ഉണ്ട് ബ്രാക്കറ്റ് ഡി എക്സ്. ഓക്കെ, ഇതിന് ഇന്ത്യയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ വലുതായിട്ട് കാണുമ്പോൾ ചെറുതാക്കാൻ മനസ്സിലാക്കണം. ബ്രാക്കറ്റിന്റെ പുറത്തൊക്കെയാണ് കിടക്കണമെങ്കിൽ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യം ഓർക്കുക. ഇനി നമുക്ക് ഇതിന്റെ ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കാം. എക്സ് സ്ക്വയർ നമുക്കറിയാം എക്സ് റേസ് ടു n എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു n പ്ലസ് 1 2 പ്ലസ് 1 3. അപ്പോൾ എക്സ് റേസ് ടു 3 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 3. ഇനി ഇന്റഗ്രൽ ഓഫ് 1 നമുക്കറിയാം എന്താണ് എക്സ് ആണ്. അപ്പോൾ എക്സ് ഇടാം, പിന്നെ പ്ലസ് സി. ഓക്കെ, അപ്പോൾ ഇതാണ് അതിന്റെ ഉത്തരം. അടുത്തത് ഇന്റഗ്രൽ sec x ഇൻറ്റു sec x പ്ലസ് tan x dx. ഇത് നമുക്ക് ചെയ്യാം. നമുക്കറിയാം നേരത്തെ പോലെ തന്നെ ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇന്റഗ്രൽ sec x ഇൻറ്റു sec x, അതായത് sec സ്ക്വയർ x, പിന്നെ sec x നെ ഉള്ളിലോട്ട് tan x, sec x ഇൻറ്റു tan x എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം പ്ലസ് sec x ഇൻറ്റു tan x dx ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് ഇതിന്റെ ഇന്റഗ്രേഷൻ എടുക്കാം. പുറത്ത് കാണുമ്പോൾ എന്തായാലും മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം ആദ്യം പഠിച്ചു വയ്ക്കുക. പിന്നെ മുകളിൽ എന്തെങ്കിലും ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഇപ്പോൾ മുകളിൽ പോലെ രണ്ടെണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഡിഫറൻസിയേഷൻ അത് താഴെ എഴുതാനുള്ള കാര്യം ഓർത്തിരിക്കുക. ഇതിന്റെ ഡിഫറൻസിയേഷൻ താഴെ എഴുതാനുള്ള കാര്യം ഓർത്തിരിക്കുക. ഈ 2 പോയിന്റ് മാറ്റരുത്. പിന്നെ ഇവിടെ നമ്മൾ ഇനി ഇതിന്റെ ഇന്റഗ്രേഷൻ എടുക്കണം. അപ്പോൾ sec സ്ക്വയർ x ന്റെ ഇന്റഗ്രേഷൻ എന്താണ്? സീക്കിന്റെ മുകളിൽ സ്ക്വയർ വന്നു, അതായത് എസും പിന്നെ 2, അതായത് നമുക്കറിയാം ABCD PQRS T എന്നാണ്. അപ്പോൾ tan x എന്നാണ് വരാം, tan x പിന്നെ പ്ലസ് sec x tan x. രണ്ടെണ്ണം വന്നതിനെ നമ്മൾ പഠിച്ചു. ഇത് വെട്ടിയിട്ട് ഇത് എഴുതാം. ഇവിടെ സ്ക്വയർ ചെയ്യാനുള്ള കാര്യം ഉറപ്പ് വരുത്താം. sec x tan x എന്ന് പറയുമ്പോൾ ഇത് തന്നെ എഴുതാം, അതായത് sec x പിന്നെ ഇതിന്റെ പ്ലസ് സി. ഇതാണ് അപ്പോൾ ഉത്തരം. ഓക്കെ, ഇത് ഫോർമുല പഠിച്ചാൽ ഞാൻ കിട്ടുള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതും ചെയ്ത് നോക്കാം. sin 2x ഇന്റഗ്രൽ ചെയ്യുമ്പോൾ sin 2x dx നമുക്കറിയാം. sin 2x സൈൻ്റെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് 2x കിട്ടി. ഇനി 2x എന്നാണ്. അപ്പോൾ 2x ന്റെ ഡിഫറൻസിയേഷൻ താഴെ എഴുതാം, ഡെറിവേറ്റീവ് താഴെ എഴുതാം. അപ്പോൾ എന്താണ് 2x 2 × 1, അപ്പോൾ ഡിവൈഡ് ബൈ 2 മൈനസ് കോസ് 2x ബൈ 2 അല്ലേ, പ്ലസ് സി ഉണ്ട്. ഓക്കെ, അതാണ് ഞാൻ വിട്ടുപോയത്, പ്ലസ് സി. ഇനി നമുക്ക് ഓരോന്നിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ ബേസിക് ഇന്റഗ്രേഷൻ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലുള്ള ഓരോന്നായി പഠിക്കണം. ഇതിൽ ഞാൻ ഏറ്റവും എളുപ്പമുള്ളത് ആദ്യം പഠിക്കാം. ഇതിൽ ഏറ്റവും എളുപ്പമാണ് പാർഷ്യൽ ഫംഗ്ഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ ചോദ്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൈനസ് എക്സ് മൈനസ് എ എക്സ് മൈനസ് ബി രണ്ടെണ്ണമായിട്ട് ഡിനോമിനേറ്ററിൽ രണ്ടെണ്ണമായിട്ടും ന്യൂമിനേറ്ററിൽ വലിയ കാര്യമൊന്നുമില്ല 1 എന്ന അങ്ങനെ എന്തെങ്കിലും കാണുന്നതിനാണ് ഈ പാർഷ്യൽ ഫംഗ്ഷൻ പറയാം. നമ്മൾ ആദ്യം പാർഷ്യൽ ഫംഗ്ഷൻ എങ്ങനെ ചെയ്യാൻ പഠിക്കാം. ഇങ്ങനെ ആയിരിക്കും അതിന്റെ ജനറൽ ഇക്വേഷൻ വരാം. ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതിനെ രണ്ടെണ്ണമായിട്ട് എടുക്കണം. a ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് ബി. ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് എടുക്കാൻ ആദ്യം മനസ്സിലാക്കാം. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്ത് പഠിക്കാം. ഇത് വലിയ കാര്യമായിട്ടുള്ള ഒരു ഇക്വേഷൻ കാണാൻ പഠിക്കുന്നു വേണ്ട, ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ രണ്ടെണ്ണമായിട്ട് എടുക്കണം ഓർമ്മ വന്നാൽ മതി. ഇനി നമുക്ക് ഇതിലെ നോക്കാം. ഇവിടെ എക്സ് ആണ് 1 ഡിവൈഡ് കൊടുത്തേക്കുന്നത്, എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2 ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഇതിനെ രണ്ടെണ്ണമായിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് എഴുതാം ഇന്റഗ്രൽ ഓഫ് ഇത് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ ഓഫ് എക്സ് ബൈ എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2. ഇതിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് രണ്ടെണ്ണമായിട്ട് എഴുതാം. അപ്പോൾ a ബൈ ഇതിന്റെ താഴെ ആദ്യത്തെ എഴുതാം എക്സ് പ്ലസ് 1 പ്ലസ് അടുത്തതിന്റെ താഴെ b ബൈ എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 2. ഇങ്ങനെ എഴുതാനാണ് ആദ്യം ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഏറ്റവും എളുപ്പമാണ്, ശ്രദ്ധിച്ചിരുന്നാൽ ഈ സാധനത്തിനെ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടേക്കും നമ്മൾ ഇവിടേക്കും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതെങ്ങനെയാണ്? ഇന്റഗ്രൽ എക്സ് ഈസ് ഈക്വൽ ടു ഇതിനെ അപ്പുറത്തേക്ക് കൊണ്ടുമ്പോൾ a ഇൻറ്റു എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1. വളരെ സിമ്പിളാണ്, ജസ്റ്റ് ഇവിടെ നിന്ന് മൊഴിക്കിട്ടുള്ളൂ. പ്ലസ് ബി ഇൻറ്റു ഇതേ സാധനം മൊഴിക്കിട്ടു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. എക്സ് പ്ലസ് 1 ക്യാൻസൽ ചെയ്തു. ഇവിടെ എക്സ് പ്ലസ് 2 ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് അവസാനം കിട്ടി എക്സ് ഈസ് ഈക്വൽ ടു a ഇൻറ്റു എക്സ് പ്ലസ് 2 പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് 1 കിട്ടി. ഇല്ലേ, പോവാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ എക്സിന് എന്തെങ്കിലും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ വാല്യൂ നമുക്ക് അറിയാൻ കിട്ടും. അത് രണ്ടെണ്ണമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആദ്യം നമുക്ക് എക്സ് ഈക്വൽ ടു എന്തെടുക്കണം അറിയണം. എക്സ് ഈക്വൽ ടു നമുക്ക് ഇവിടെ പ്ലസ് 2 ആണ് ഉപയോഗിച്ചത്. അപ്പോൾ നമുക്ക് ഈ എക്സും ഇതും ക്യാൻസൽ ആയി നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഇവിടെ 2 ഉപയോഗിച്ചാൽ 2 + 2 4 ആവുള്ളൂ. നമുക്ക് 0 ആണ് ബ്രാക്കറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എക്സിന് -2 കൊടുക്കാം. അപ്പോൾ എന്തുണ്ടാവും? -2 + 2 എന്ന് പറയുമ്പോൾ 0 ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ -2 ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇത്ര ആലോചിച്ചാൽ മതി. ഇവിടെ +2 ആണെങ്കിൽ നമ്മൾ -2 ഉപയോഗിക്കും. ഇവിടെ -2 ആണെങ്കിൽ നമ്മൾ +2 ഉപയോഗിക്കും. അതാണ് ഇതിന്റെ ലോജിക്ക്. ഇനി ഇവിടെ എക്സ് പ്ലസ് 1 എന്നാണ്. അപ്പോൾ ഇവിടെ x - 1 എന്ന് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം x ഈക്വൽ ടു -2 കൊടുത്തല്ലോ. അപ്പോൾ എന്ത് കിട്ടി? -2 ഈക്വൽ ടു a ഇൻറ്റു -2 + 2 പ്ലസ് b ഇൻറ്റു -2 + 1 കിട്ടി. ഇപ്പോൾ നമുക്കറിയാം a ഇൻറ്റു -2 + 2 എന്ന് പറഞ്ഞാൽ 0 ആയി. 0 ഇൻറ്റു എന്ന് പറഞ്ഞാൽ 0 ആകുമ്പോൾ ഈ മൊത്തം ടേം ക്യാൻസൽ ആയി പോകും. നമുക്ക് എന്ത് കിട്ടി? b ഇൻറ്റു -2 + 1 ഈക്വൽ ടു -2 കിട്ടി. ഇല്ലേ, b ഈസ് ഈക്വൽ ടു b ഇൻറ്റു വെറും 1 ആണ് ഉത്തരം. അപ്പോൾ b ഇൻറ്റു 1 ഈക്വൽ ടു -2 കിട്ടി. അപ്പോൾ ഇവിടെ -2 + 1 എന്നല്ലേ, അപ്പോൾ -2 ഒന്ന് കുറയ്ക്കണം. അപ്പോൾ -1 ആയിരിക്കും. ഓക്കെ, ശരി. -b എന്ന് കിട്ടും. അപ്പോൾ -b ഈക്വൽ ടു -2 കിട്ടി. അപ്പോൾ b എന്താണ്? 2 കിട്ടി. ഇനി എൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇതുപോലെ തന്നെ -1 ഇട്ട് കൊടുക്കുക. നമ്മൾ ഇക്വേഷൻ ഇതാണ്. ഇതിൽ 1 ഇട്ട് കൊടുക്കുമ്പോൾ -1 ഈസ് ഈക്വൽ ടു a ഇൻറ്റു -1 + 2 പ്ലസ് b ഇൻറ്റു -1 + 1. അപ്പോൾ നമുക്കറിയാം b ന്റെ ടേം മൊത്തം ക്യാൻസൽ ആയി പോയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? a ഇൻറ്റു -1 + 2 എന്ന് പറഞ്ഞാൽ -1 ഈക്വൽ ടു -1 കിട്ടി. അപ്പോൾ -a ഈക്വൽ ടു -1 ആയി. -a ആണ്. അപ്പോൾ -a ഈക്വൽ ടു -1 കിട്ടി. അപ്പോൾ a എന്ന് വെച്ചാൽ എന്താണ്? 1 ആണ് കിട്ടി. ഇപ്പോൾ നമുക്ക് a ന്റെ b ന്റെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് a ന്റെ b ന്റെ വാല്യൂ നമ്മൾ മെയിൻ ഇക്വേഷൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഇപ്പോൾ -1 എന്നും ഇവിടെ -2 എന്നും ഇടാം. എന്നിട്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉത്തരമായി. ഓക്കെ, അപ്പോൾ ഞാനൊരു സെപ്പറേറ്റ് പേജിൽ ഇടാം. അതായത് ഇന്റഗ്രൽ ഓഫ് x റേസ് ടു x ബൈ x പ്ലസ് 1 x പ്ലസ് 2 ഈക്വൽ ടു a എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി എന്താണ്? 1 ആണ്. അപ്പോൾ നമ്മൾ 1 എന്ന് എഴുതി 1 ബൈ x പ്ലസ് 1 പ്ലസ് b എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി 2 ആണ്. അപ്പോൾ 2 ബൈ x പ്ലസ് 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഒരു മിനിറ്റ് -1 + 2 -1 + 2 എന്ന് പറയുമ്പോൾ a ഇൻറ്റു 1. അപ്പോൾ a ഈക്വൽ ടു -1 a ഈക്വൽ ടു -1 കിട്ടും. ഓക്കെ, ശരി. a ഈക്വൽ ടു -1 ആണ്. അപ്പോൾ ഇവിടെ എഴുതുമ്പോഴും a ഈക്വൽ ടു -1 കിട്ടി. ഇനി -1 ബൈ x പ്ലസ് 1. ഓക്കെ, തെറ്റിണ്ടായി, സോറി. അപ്പോൾ -1 ബൈ x പ്ലസ് 1 2 ബൈ x പ്ലസ് 2. ഓക്കെ, ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇതിനെ y ആയിട്ട് എടുക്കാം. y ഈക്വൽ ടു ഇതിനെ മൊത്തം ടേമിനെ y ആയിട്ട് എടുത്തു. y നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. y ഈക്വൽ ടു -1 ഇന്റഗ്രൽ ഓഫ് -1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പോലെ. അപ്പോൾ പുറത്തേക്ക് എടുത്തു. -1 ഇന്റഗ്രൽ ഓഫ് 1 ബൈ x പ്ലസ് 1 പ്ലസ് ഇന്റഗ്രൽ ഓഫ് 2 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പോലെ. അപ്പോൾ പുറത്തെടുത്തു 1 ബൈ x പ്ലസ് 2. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാം. അതായത് 1 ബൈ x പ്ലസ് 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ബൈ x എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് x ആണ്. അപ്പോൾ y ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു ലോഗ് മോഡ് x. മോഡ് x പ്ലസ് 1 ആണെന്നറിയാം. ഇക്വേഷൻസ് പഠിച്ചാൽ പെട്ടെന്ന് കിട്ടും. പ്ലസ് 2 ഇൻറ്റു ലോഗ് x പ്ലസ് 2. ഓക്കെ, ഇത്ര കിട്ടിയില്ലേ? നമ്മളത് ഇന്റഗ്രേറ്റ് ചെയ്തു. ഇനി -1 ലോഗ് എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം?
ഈ മൈനസിനെ അപ്പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 2 log എന്ന് എഴുതാം. അപ്പോൾ y is equal to 2 log മോഡുലസ് x plus 2 മൈനസ് 1 log എന്ന് പറഞ്ഞാൽ മൈനസ് log x plus 1 ഇങ്ങനെ കിട്ടി. അത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തേക്ക് സൈഡിലേക്ക് മാറ്റി എഴുതി. ഇനി നമുക്ക് കാര്യം അറിയാം 2 log x plus 2 എന്ന് പറഞ്ഞാൽ ലോഗിന്റെ ഫ്രണ്ടിൽ എന്ത് വന്നാലും നമുക്ക് ഇതിനെ സ്ക്വയർ ടേമിൽ എഴുതാൻ പറ്റും. അതറിഞ്ഞിരിക്കണം. പിന്നെ y is equal to log x plus 2 സ്ക്വയർ മൈനസ് ലോഗ് മോഡുലസ് x plus 1 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സംഭവത്തിനെ എടുത്ത് താഴോട്ട് ഇടാൻ പറ്റും. ലോഗ് a മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് a ബൈ ബി എന്നാണ്. അപ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കാം ലോഗ് മൈനസ് ലോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ ഡിവിഷൻ പോലെ എഴുതാം. അതായത് y is equal to log x plus 2 സ്ക്വയർ ബൈ മോഡുലസ് x plus 1 കിട്ടി പ്ലസ് സി ഇടാൻ നോക്കിയത്. ഇതാണ് ഇതിന്റെ ഉത്തരം. ലോഗ് എന്ന് പറഞ്ഞാൽ ലോഗ് മൈനസ് അതേ എഴുതി തരാം. ലോഗ് എ മൈനസ് ലോഗ് ബി ഈക്വൽ ടു ലോഗ് എ ബൈ ബി എന്നാണ്. എ ബൈ ബി ഓക്കെ ഇതായിരിക്കാം. പിന്നെ ലോഗിന്റെ 2 log a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ലോഗ് എ സ്ക്വയർ ആണ്. ലോഗ് എ സ്ക്വയർ ഈ രണ്ട് കാര്യങ്ങളോട് അറിഞ്ഞിരിക്കുക. അപ്പോൾ പുതിയ രണ്ട് കാര്യം പഠിച്ചു. അപ്പോൾ ഇതാണ് ഇതിന്റെ ഉത്തരം വരുന്നത്. ഇതുപോലെ ഇഷ്ടംപോലെ പ്രോബ്ലം ഉണ്ട്. മോഡൽ എക്സാമിനും ഇതേ മോഡൽ പ്രോബ്ലം സെയിം മോഡൽ ജസ്റ്റ് അറിഞ്ഞാൽ മതി. രണ്ട് ഫംഗ്ഷൻ ആണ് ഇവിടെ ചോദ്യം. ആദ്യം 1 ബൈ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ പാർഷ്യൽ ഫംഗ്ഷൻ വെച്ച് സിനിമയുടെ ഭാഗം കഴിഞ്ഞു പാർഷ്യൽ ഫംഗ്ഷൻ വെച്ച് ചെയ്യണം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പാർഷ്യൽ ഫംഗ്ഷൻ തീർത്തു. ഇനി നമുക്ക് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കാം. ഇത് നോക്കുമ്പോൾ ഞാൻ അടുത്ത സിമ്പിൾ ആയിട്ട് വരുന്നത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കാം. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇന്റഗ്രൽ ഓഫ് f dash x by fx dx is equal to log modulus f of x plus c. ഇവിടെ ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ രണ്ട് പാർട്ടായിട്ട് തന്നു, ഡിവിഷൻ പോലെ തന്നു. എന്നിട്ട് ഈ താഴത്തെ ഭാഗത്തിന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം ലോഗ് മോഡുലസ് ഈ താഴെ കിടക്കുന്നത് പ്ലസ് സി. നമുക്കത് പ്രോബ്ലം ചെയ്താൽ മനസ്സിലാക്കാം. ഇത് ഇക്വേഷൻ ഒന്നല്ല, കാണാപ്പാടെ പഠിക്കേണ്ട. നേരത്തെ പോലെ തന്നെ ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. താഴത്തെ ഡെറിവേറ്റീവ് ആണ് മുകളിലെങ്കിൽ ജസ്റ്റ് എന്ത് എഴുതിയാൽ മതി, താഴത്തെ ലോഗ് മോഡുലസ് f of x plus c മോഡൽ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 2x ഡിവൈഡഡ് ബൈ 1 plus x square dx. ഈ 1 plus x square ഡെറിവേറ്റീവ് ആണോ മുകളിൽ കിടക്കണമെന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ലോഗ് മോഡുലസ് 1 plus x square plus c എന്ന് എഴുതാം. അത്രയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം. d by dx ഓഫ് 1 plus x square എന്താണ് കണ്ടുപിടിക്കണം. നമുക്കറിയാം 1 ഡെറിവേറ്റീവ് 0 ആണ് കോൺസ്റ്റന്റിന്റെ. ഇനി x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 2x ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടിയത് 2x ആണ് ഡെറിവേറ്റീവ്. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ കിടക്കുന്നത്. then the answer equal to log മോഡുലസ് 1 plus x square. ഈ 2x അല്ല എഴുതേണ്ടത്, ഇവിടെ താഴെ കിടക്കുന്ന ഭാഗമാണ് എഴുതേണ്ടത്. 1 plus x square plus c മറക്കരുത്. ഓക്കെ ഇനി നമുക്ക് അതിന്റെ കുറച്ചുകൂടി കടുപ്പിച്ചിട്ടുള്ള ലെവലിലേക്ക് പോകാം. 1 by 1 plus x log x അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അല്ല ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇതിന്റെ ഡെറിവേറ്റീവ് ചെയ്താൽ 1 കിട്ടിയില്ലോ. സത്യം പറഞ്ഞാൽ ഇതിനൊന്ന് നമ്മൾ മാറ്റിയെടുക്കണം. 1 x plus x log x എന്നല്ലേ. നമുക്കറിയാം log x ന്റെ ഡെറിവേറ്റീവ് എന്താണ്, 1 by x ആണ്. ഇവിടെ x രണ്ടെണ്ണം കോമൺ അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ഇന്റഗ്രൽ ഓഫ് 1 by x നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. പുറത്തേക്ക് എടുക്കുമ്പോൾ എന്തായി, x കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 1 ആയി പ്ലസ് ഇവിടെ x into 1 x പ്ലസ് ഇനി x log x ആണ്. അപ്പോൾ log x എന്ന് മാത്രം ഇട്ടാൽ മതി. ജസ്റ്റ് ഇങ്ങനെ ചിന്തിക്കുക, x into 1 x പ്ലസ് log x into x log x. ഇപ്പോൾ ഇതെങ്ങനെ എഴുതും, ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഈ 1 by x ന്റെ ഇന്റഗ്രൽ ആണ്. ഈ 1 plus log x ന്റെ ഡെറിവേറ്റീവ് ആണ് 1 by x. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 1 plus log x ന്റെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം. d by dx 1 plus log x നമുക്ക് കിട്ടി. 1 ന്റെ ഡെറിവേറ്റീവ് 0 പിന്നെ log x ആണുള്ളത്. log x ന്റെ ഡെറിവേറ്റീവ് 1 by x. സോ നമുക്ക് എന്ത് എഴുതാം, സിമ്പിൾ ആയിട്ട് എഴുതാം. ഇതിന്റെ ഉത്തരം log ഓഫ് മോഡുലസ് 1 by x അല്ല x into നമുക്ക് തോന്നും ഇതാണ് എഴുതേണ്ടത്, കാരണം നമ്മൾ ഇവിടെയാണല്ലോ നോക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ ഇതുപോലെ സിംപ്ലിഫൈ ചെയ്തപ്പോഴാണ് 1 by x കിട്ടിയത്. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഈ ബ്രാക്കറ്റിൽ എഴുതിയ സാധനമാണ് ഇവിടെ എഴുതാൻ. അതായത് 1 plus log x പ്ലസ് സി. ഓക്കെ ഇതാണ് അതിന്റെ ഉത്തരം വരാം. ഓക്കെ ഇനി അടുത്ത ചോദ്യം. ഇതിൽ നമ്മൾ ഈ ലോഗ് വെച്ചിട്ടല്ല ചെയ്ത് ലോഗ് മോഡുലസ് പ്ലസ് സി എന്നല്ല എഴുതാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചറിയാം tan ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് താഴെ കിടക്കുന്നത്. 1 plus x square 1 by 1 plus x square ആണ് tan ഇൻവേഴ്സ് x. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം e raised to tan inverse x എന്നല്ലേ. അപ്പോൾ t is equal to tan inverse x എന്ന് എഴുതാം. ഓക്കെ ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്ത് നോക്കിയേ, dt by dx is equal to tan inverse x ന്റെ ഡെറിവേറ്റീവ് 1 by 1 plus x square. ഇനി നമുക്ക് dx നെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകാം. dt is equal to 1 by 1 plus x square dx ഇങ്ങനെ കിട്ടും. dt എന്ന് പറഞ്ഞാൽ ഇതാണ് കിട്ടി. ഇനി ഇവിടെ നോക്കാം ഇന്റഗ്രൽ ഓഫ് e raised to t by 1 plus x square എന്നാണ് നമുക്ക് കിട്ടുക. ഈ 1 plus x square എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം ഇന്റഗ്രൽ ഓഫ് e raised to t into 1 by 1 plus x square എന്ന് എഴുതാം. ഇതുവരെ മനസ്സിലായി e raised to t ഇതിനെ നമ്മൾ ഈ tan ഇൻവേഴ്സ് x നെ t ആയിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇതിനെ തന്നെ നമ്മൾ ഇങ്ങനെ എഴുതാം 1 by 1 plus x square എന്ന് എഴുതാം. ഇനി ഈ t ന്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുത്ത് വെച്ചു 1 by 1 plus x square dx ആണ്. ഇവിടെ dx ഉണ്ട് കേട്ടോ, നമുക്കല്ലേ ഇവിടെ dx ഉണ്ട്, ഇവിടെ dx ഉണ്ട്, ഇവിടെ dx ഉണ്ട്. ഈ 1 by 1 plus x square dx അല്ലേ dt എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഇന്റഗ്രൽ ഓഫ് e raised to t into dt. ഇന്റഗ്രൽ ഓഫ് e raised to t dt എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റഗ്രൽ ഓഫ് e raised to t. e raised to t ന്റെ ഇന്റഗ്രൽ ഇപ്പോൾ e raised to dx ന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ e raised to x ആണ്. അതുപോലെ തന്നെ e raised to t ന്റെ ഇന്റഗ്രൽ തന്നെയാണ് e raised to t തന്നെയാണ്. പക്ഷേ ഇങ്ങനെയല്ല നമ്മൾ എഴുതുന്നത്, t plus c ഉണ്ട്. പക്ഷേ ഇവിടെ t എന്ന് പറഞ്ഞാൽ നമുക്കറിയാം t is equal to tan inverse x ആണ്. അപ്പോൾ ഫൈനൽ ആൻസർ എന്ത് വരും, e raised to tan inverse x plus c. ഓക്കെ മോഡൽ പഠിച്ചേക്കണം. മോഡൽ പഠിച്ചാൽ ഞാൻ കിട്ടുള്ളൂ. അതായത് ഈ tan inverse x ന്റെ ഡെറിവേറ്റീവ് താഴെ വന്നു 1 by 1 plus x square വന്നു. ഇതുപോലത്തെ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി തരാം. അതായത് ഇത് കുറച്ച് പാടായിട്ട് തോന്നും. ഇന്റഗ്രൽ ഓഫ് sin x sin cos x dx. ഈ ചോദ്യം ചെയ്ത് നോക്കാം, കമന്റിൽ അറിയിച്ചാൽ മതി. ഇവിടെ നമുക്ക് cos x നെയാണ് t ആയിട്ട് എടുക്കുക. അതാണ് ഞാൻ പറയുന്നത്, cos x നെയാണ് t ആയിട്ട് എടുക്കുക. അപ്പോൾ sin x sin t dx എന്ന് കിട്ടും. എന്നിട്ട് cos x ന്റെ ഡെറിവേറ്റീവ് എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ചെയ്ത് കിട്ടുമ്പോൾ അവസാനത്തെ ഉത്തരം കൂടെ ഞാൻ പറയാം, ഈക്വൽ ടു cos of cos x പ്ലസ് സി കിട്ടും. ഇത് കിട്ടുണ്ടോ നോക്കിയിട്ട് പറഞ്ഞോളൂ. ഓക്കെ ഇനി നമ്മൾ പറയാൻ പോകുന്നത്, അപ്പോൾ നമ്മുടെ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞു. അതിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ആദ്യത്തേത് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഉള്ള ഡെറിവേറ്റീവ് മുകളിൽ വന്നു കഴിഞ്ഞാൽ ലോഗ് ഓഫ് മോഡുലസ് ഓഫ് f of x പ്ലസ് സി കിട്ടും. അതല്ല മുകളിൽ കിടക്കുന്ന ഡെറിവേറ്റീവ് താഴെ വന്ന എന്ത് ചെയ്യും, നമ്മൾ അതിനെ t എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് വെച്ചെടുത്തിട്ട് അതിന്റെ ഡെറിവേറ്റീവ് ചെയ്യും. ഓക്കെ അപ്പോൾ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞു. ഈ ഇന്റഗ്രേഷൻ ബൈ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്. ഇനി ഇവിടെയും കുറേ ചാറ പറഞ്ഞ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കണം. ഈ ബേസിക് കാര്യങ്ങൾ പഠിക്കണം, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് വരാൻ. ഇന്റഗ്രേഷൻ ബൈ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്. ഇതിൽ ആദ്യത്തെ ചോദ്യം, ഇന്റഗ്രൽ ഓഫ് tan സ്ക്വയർ 2x minus 3dx. നമുക്കറിയാം tan സ്ക്വയർ വെച്ച് നമ്മളൊന്നും പഠിച്ചിട്ടില്ല അല്ലേ. നമ്മൾ കൂടി sec സ്ക്വയർ വെച്ചാണ് പഠിച്ചത്. sec സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് tan x എടുത്താണ് പഠിച്ചിട്ടുണ്ടായി. പക്ഷേ tan സ്ക്വയർ x വെച്ചൊന്നും പഠിച്ചിട്ടില്ല. നമുക്ക് കാര്യം അറിയിക്കണം, tan സ്ക്വയർ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 minus sec
1 മൈനസ് അല്ല ഇന്റഗ്രൽ ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് മൈനസ് 1 എന്നാണ്. ഓക്കെ, സീക് സ്ക്വയറിൽ നിന്ന് ഒന്ന് കുറച്ചാൽ നമുക്ക് ടാൻ സ്ക്വയർ എക്സ് കിട്ടുന്ന കാര്യം പഠിച്ചു വെക്കാം. ഇതുപോലെ ഇക്വേഷനായിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് അറിഞ്ഞാൽ മതി. ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ സീക് സ്ക്വയർ എക്സ് ഒന്ന് കുറയ്ക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം, ഇന്റഗ്രൽ ഓഫ് സീക് സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോൾ 2x മൈനസ് 3 മൈനസ് 1 dx ആണ്. നമുക്ക് ഒരു കാര്യം അറിയാം, സീക് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സീക്കിന്റെ സ്ക്വയർ പറഞ്ഞാൽ ടാൻ, കാരണം എസ് കഴിഞ്ഞ PQRS T, എസ് കഴിഞ്ഞ T എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ സീക് സ്ക്വയർ എന്ന് പറയുമ്പോൾ ടാൻ 2x മൈനസ് 3 പിന്നെ മൈനസ് 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്റഗ്രൽ ഓഫ് മൈനസ് 1 ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ മൈനസ് എക്സ്. പിന്നെ വേറെ കാര്യം നമുക്കറിയാം 2x മൈനസ് 3 ന്റെ ഇന്റഗ്രൽ നമുക്ക് ഡെറിവേറ്റീവ് നമ്മൾ എടുക്കണം, എന്നിട്ട് താഴെ ഇടണം. 2x മൈനസ് 3 എന്ന് പറഞ്ഞാൽ എന്താണ് 2 ന്റെ 2 തന്നെ, എക്സിന്റെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0 ആവും, 0 അല്ല 1 ആവും. മൈനസ് 3 എന്ന് പറഞ്ഞാൽ മൈനസ് 3 കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ അതിനെ കളയാം, മൈനസ് 3 0 ആവും. അപ്പോൾ ടാൻ 2x മൈനസ് 3 ബൈ 2 മൈനസ് എക്സ് പ്ലസ് സി കൂടെ വരും. ഇതാണ് നമ്മുടെ ഉത്തരം. ഇനി ഇന്റഗ്രൽ ഓഫ് സൈൻ സ്ക്വയർ 2x പ്ലസ് 5 dx. നമുക്കറിയാം സൈൻ സ്ക്വയറിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യണം. ഇതിനെ കൺവേർഷൻ എന്ന് പറയുന്നത് ഇതിനെയും നമുക്ക് കൺവേർട്ട് ചെയ്യാം. സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞിരുന്നോ? ഇതൊക്കെ നമ്മൾ ട്രിഗണോമെട്രിക്കലി പഠിക്കുന്നതാണ്. 1 മൈനസ് cos 2x ഡിവൈഡഡ് ബൈ 2. ഇതുപോലെ തന്നെ സൈൻ സ്ക്വയർ എക്സിന്റെ ഇങ്ങനെ. ഇനി കോസ് സ്ക്വയർ എക്സിന്റെ ആണെങ്കിലോ ഇവിടെ 1 പ്ലസ് ഉണ്ടാവും, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. സൈൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 മൈനസ് cos 2x ബൈ 2, കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് cos 2x ബൈ 2. ഇപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യം 1 മൈനസ് cos 2x ബൈ 2 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ഇന്റഗ്രൽ ഓഫ് 1 മൈനസ് cos 2x ഡിവൈഡഡ് ബൈ 2. ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ തെറ്റിക്കരുത്. ഇന്റഗ്രൽ ഓഫ് സൈൻ സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രേറ്റീവ് കിട്ടുന്ന പ്രോഡക്റ്റ് അല്ല ഈ പറയുന്ന 1 മൈനസ് cos 2x ബൈ 2. ഈ സൈൻ സ്ക്വയർ എക്സിന്റെ ഒരു കൺവേർഷൻ മാത്രമാണ് ഈ 1 മൈനസ് cos 2x ബൈ 2. അപ്പോൾ ഇതിന് ഇന്റഗ്രേറ്റ് എന്തായാലും ചെയ്യണം. ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തു വേറെ രീതിക്ക്. ഈ കൺവേർട്ട് ചെയ്ത സ്ഥാനത്ത് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം 1 മൈനസ് cos 2x ബൈ 2 ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും. ഇതിനെ നമുക്ക് 1 ബൈ 2 എന്ന് സെപ്പറേറ്റ് ചെയ്യാം, കാരണം അത് കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ 1 ബൈ 2 ഇന്റഗ്രൽ നമുക്ക് കിട്ടി 1 മൈനസ് cos 2 into x എന്ന് പറഞ്ഞാൽ 2x plus 5, 2x plus 5 ആയി. ഇനി നമുക്ക് വേണമെങ്കിൽ 2 നെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും 1 by 2 ഇന്റഗ്രൽ 1 മൈനസ് cos 2 into 2 4x plus 2 into 5 10, 4x plus 10 കിട്ടി. ഇനി നമുക്ക് ഇതിനെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ 1 ഇന്റഗ്രേറ്റ് ചെയ്താൽ x ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 1 by 2 x മൈനസ് cos ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് sin കിട്ടും, sin 4x plus 10. ഇനി നമുക്കറിയാം താഴെ ഇതിന്റെ താഴെ 4x plus 10 ഡെറിവേറ്റീവ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടി 4x plus 10 ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ 4 ന്റെ ഡെറിവേറ്റീവ് 4 തന്നെ, x ന്റെ ഡെറിവേറ്റീവ് പറയാൻ 1 ആണ്, 10 നമ്മൾ 0 കിട്ടും. അപ്പോൾ നമ്മൾ 4 മാത്രമേ എഴുതേണ്ട കാര്യമുള്ളൂ. അപ്പോൾ sin 4x plus 10 ഇനി പ്ലസ് c ഇടാം. ഇത്രയുള്ള സിമ്പിൾ ആണ്. ഓക്കെ, മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. sin square x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിലെ sin square x 1 plus cos x. ഇവിടെ നമ്മൾ sin square x പഠിച്ച ഇക്വേഷൻ ആണ് 1 minus cos 2x by 2. പക്ഷേ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പോകുന്ന ഇക്വേഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ sin square x plus cos square x equal to 1 എന്ന് പഠിക്കാം. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതിന് നമുക്ക് sin square ഇക്വേഷൻ എഴുതാം. sin square x is equal to 1 minus cos square x. ഓക്കെ, ഇങ്ങനെ എഴുതാലോ. ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇന്റഗ്രൽ ഓഫ് 1 minus cos square x 1 minus cos square x ഡിവൈഡഡ് ബൈ 1 plus cos x dx. ഇങ്ങനെ എഴുതാലോ. ഓക്കെ, ഇതുവരെ മനസ്സിലാക്കിയിരുന്നു. ഇനി നമുക്ക് കാര്യം അറിയാം, ഈ 1 നമുക്ക് സ്ക്വയർ ഉണ്ടെന്ന് എഴുതാം. 1 സ്ക്വയർ 1 ആണെന്ന് അറിയാലോ. അപ്പോൾ 1 സ്ക്വയർ മൈനസ് cos സ്ക്വയർ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഫോർമാറ്റോ a സ്ക്വയർ മൈനസ് b സ്ക്വയർ ഫോർമാറ്റ്. a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന് പറഞ്ഞാൽ a പ്ലസ് b ഇൻറ്റു a മൈനസ് b എന്നാണ്. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? a എന്ന് പറഞ്ഞാൽ 1 ആണ്, 1 പ്ലസ് cos x 1 മൈനസ് cos x. ഇങ്ങനെ എഴുതാം. നമ്മൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിനാണ്, ക്യാൻസൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് മനസ്സിലാക്കിയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇന്റഗ്രൽ ഓഫ് 1 പ്ലസ് cos x 1 മൈനസ് cos x. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഇതും ഇതിന്റെ താഴെ 1 പ്ലസ് cos x അല്ലേ? അപ്പോൾ നമ്മൾ ഇത് സുഖമായിട്ട് ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ മാത്രം ഇന്റഗ്രൽ ആണ്, ഇന്റഗ്രൽ ഓഫ് 1 മൈനസ് cos x. നമുക്ക് ഇങ്ങനെ ചോദ്യം കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഈ കേസ് ഉപയോഗിക്കണോ അതോ ഈ കേസ് ഉപയോഗിക്കണോ എന്ന് ചോദ്യം വരും. ഈ കേസ് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ കേസ് നമ്മൾ ഉപയോഗിക്കുന്നപ്പോൾ നമുക്ക് ജസ്റ്റ് sin സ്ക്വയർ x മാത്രം തരുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ട് sin സ്ക്വയർ x ന്റെ അടിയിൽ 1 plus cos x എന്ന് കൂടെ തന്നിട്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ട കേസ് ആണ് ഇത് മനസ്സിലാക്കുക. ഇതാണ് ഇതിന്റെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് ഇതിന്റെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇത് വളരെ എളുപ്പമായി. ഇന്റഗ്രൽ ഓഫ് 1 minus cos x dx മാർക്ക് ചെയ്തിട്ട് എല്ലാവരും dx ഇടണം, ഞാനത് ഇടയിലിട്ടില്ല. ഓക്കെ, 1 minus cos x dx എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം 1 എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x കിട്ടും. അപ്പോൾ x മൈനസ് cos x ഇന്റഗ്രേറ്റ് ചെയ്താൽ sin കിട്ടും, sin x 1 x മൈനസ് sin x കിട്ടി, പ്ലസ് c കൂടി ഇടാം. അപ്പോൾ ഇതാണ് നമുക്ക് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കഴിഞ്ഞു? ഇന്റഗ്രേഷൻ ബൈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് ഇക്വേഷൻസ് കൂടി പഠിച്ചു തരാം. അത് വേറെ ചോദ്യങ്ങൾ ആപ്ലിക്കബിൾ ആണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇതിലും കൂടുതൽ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു sin square x plus cos square x is equal to 1. ഇതുപോലെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് 1 minus cos x is equal to 2 sin square x by 2, 2 sin square x by 2. ഇതുപോലെ തന്നെ 1 plus cos square എന്താണ്? 2 cos square x by 2 എഴുതാനില്ല. പിന്നെ sin x എന്ന് പറഞ്ഞാൽ എന്താണ്? 2 sin x by 2 cos x by 2. ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെയ്യാം. ഇപ്പോൾ ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്ന ചോദ്യം ഞാൻ പറയാം. ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് ഇന്റഗ്രൽ ഓഫ് 1 minus cos x ഡിവൈഡഡ് ബൈ 1 plus cos x. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഈ 1 minus cos x ന് ഈ കേസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ കേസ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ വെട്ടി പോകും. ആ വെട്ടി പോയി കഴിയുമ്പോൾ sin x ബാക്കി വരും. ആ sin x നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ പറയുന്ന 2 sin x by 2 cos x by 2 അങ്ങനെ ഇട്ട് കൊടുത്ത് ചെയ്യാം. അപ്പോൾ ഈ ചോദ്യം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റഗ്രേഷൻ ഓഫ് സം പർട്ടിക്കുലർ ഫംഗ്ഷൻ ആണ്. ഓക്കെ, പർട്ടിക്കുലർ ഫംഗ്ഷൻ. അതോടെ നമ്മുടെ 4 സെറ്റ് കഴിഞ്ഞു. ഇനി 2 കൂടി ഉണ്ടാവുള്ളൂ. അപ്പോൾ പർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്യാം. ഓക്കെ, ഇന്റഗ്രൽസ് ഓഫ് സം പർട്ടിക്കുലർ ഫംഗ്ഷൻ. നമുക്കറിയാം ഇന്റഗ്രേഷനിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് ഇതിൽ കൊട്ടക്കണക്കിന് ഇക്വേഷൻസും വരുന്നുണ്ട്. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ ആ ഇക്വേഷൻസിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം. പഠിച്ച് കഴിയാത്തവരും ഇനിയും കൺഫ്യൂഷൻസ് ഉള്ളവരും ഈ കഥ പോലെ കേൾക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ് ഈ പറയുന്ന പർട്ടിക്കുലർ ഫംഗ്ഷൻ. ഇത് പഠിക്കാൻ ഇതിൽ 6 ഇക്വേഷൻസ് ഉണ്ട്, 6 എണ്ണം. അതിൽ 5 എണ്ണം പഠിച്ചു വെക്കണം നിർബന്ധമായിട്ട്. 6 നമുക്ക് ഉണ്ടാക്കി തന്നുള്ളൂ. 5 എണ്ണം ഏറ്റവും എളുപ്പം രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഇതൊരു കഥ പോലെ കേട്ട് പഠിച്ചോ. അതായത് ആദ്യം തന്നെ ഈ 5 പേര് എഴുതാം. എക്സ് എ. ഇനി നമുക്ക് 2 എണ്ണത്തിന് തിരിച്ചെഴുതാം. എ എക്സ്. ഓക്കെ, ഇനി നമുക്ക് എല്ലാത്തിനും സ്ക്വയർ ഇട്ട് കൊടുക്കാം. സ്ക്വയർ. ഇതിനെല്ലാത്തിനും അച്ഛന അങ്ങനെയുള്ള രീതിയിൽ ഇട്ടാൽ മതി. ഓക്കെ, എല്ലാത്തിനും മൈനസ് ഇട്ട് കൊടുക്കാം. മൈനസ്. നടുക്കുള്ളവന് മാത്രം പ്ലസ് ഇട്ട് കൊടുക്കാം. നടുക്കുള്ളവന് പ്ലസ് ഇട്ട് കൊടുത്തു. ആദ്യത്തെ അച്ഛനമ്മയ്ക്കും അവസാനത്തെ അച്ഛനമ്മയ്ക്കും റൂട്ട് ഇട്ട് കൊടുക്കാം. റൂട്ട്.
ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇക്വേഷൻ ആയിട്ട് കണ്ടുപിടിക്കേണ്ടത്. ഒരു കാര്യം മനസ്സിലാക്കാം, പർട്ടിക്കുലർ ഫംഗ്ഷനെ തിരിച്ചറിയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1/√ സംതിങ് വരും. അതിനെ പർട്ടിക്കുലർ ഫംഗ്ഷൻ ആണ് പറയാം. ഇവിടെ എല്ലാത്തിനും 1 എന്നുള്ള ഒരു ഇതുണ്ട്. ഞാനത് പെൻസിലോണ്ട് എഴുതാം, കാരണം ഇതിൽ കൂടെ എഴുതി കഴിഞ്ഞാൽ ഫോളോ. ഇവിടെ 1/√ ഇങ്ങനെയാണ് വരുന്നത്. എല്ലാത്തിനും 1 ഉണ്ട് കേട്ടോ. ഈ കാര്യം ഓർത്തിരിക്കാം. ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്കിവിടെ ഇപ്പോൾ 5 ഫാമിലി ഉണ്ട്, അതായത് അച്ഛനമ്മ അടങ്ങുന്ന 5 ഫാമിലി. ഇതിൽ നമുക്ക് 2 വെച്ച് റിലേറ്റ് ചെയ്യാം. ആദ്യത്തെ ഫാമിലി ഒറ്റയാൻ ഫാമിലി, അവരെ നഷ്ടപ്പെട്ട് വയ്ക്കാം. കൂട്ടുകുടുംബം അഞ്ഞു പറയാൻ പോകുന്നത് ഇവരും ദിവനും കൂട്ടുകുടുംബം, അതായത് ഇവർ രണ്ടുപേരും നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, അവർ രണ്ടുപേര് ഈ നടുക്ക് കിടക്കുന്നവനും ദിവരും ഈ ഫാമിലി രണ്ടുപേരും കൂട്ടുകുടുംബം ഒരുമിച്ചാണ് താമസട്ടാ. ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇവിടെ എഴുതാം, സ്ഥലം ഉണ്ടാവില്ല എന്നാലും അങ്ങനെ എഴുതാം. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. ഈ 1 എന്നുള്ള കാര്യം മാറ്റി പറയാം, അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ വരും. അപ്പോൾ ഈ 1 മാറ്റി പറഞ്ഞാൽ നമുക്ക് കാണാനൊരു സുഖം ഭംഗി. ഓക്കെ, ഇനി നമുക്ക് എഴുതാൻ നോക്കാം. ഇവർക്കും ദിവർക്കും 2 പിള്ളേർ വെച്ചിട്ടുണ്ട്. 1/2a 1/2a. ഇത്ര മനസ്സിലായല്ലോ. ഇവർക്കും ഇവരുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഒരു പിള്ളേരേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ഒറ്റ കൊച്ചുള്ളൂ. അതിനെ നമുക്ക് 1/a എന്ന് എഴുതാം. ഇവന്റെ കഴിയട്ടാ 1/a. ഇവനാണെങ്കിൽ ആങ്കൊച്ചാണ് ദിവന്. അപ്പോൾ ഇവനെ സൺ എന്ന് വിളിക്കും. മോനെ സൺ. അതിന് നമ്മൾ സൈൻ എഴുതും, സൈൻ ഇൻവേഴ്സ്. ഇവിടെ സൈൻ ആണെങ്കിൽ ഇവനെ ടാൻ എന്ന് വിളിക്കുക, ടാൻ ഇൻവേഴ്സ്. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. ഇതാണ് ഇതിന്റെ ബേസിക്. ഇന്ന കാര്യം മനസ്സിലാക്കാം. ഞാൻ ഇത് ഇവന്റെ കാര്യം പറയുന്നത്, ഇത് ഇവന്റെ കാര്യം പറയുന്നത്. ഓക്കെ, റിലേറ്റീവ് പഠിക്കാനാണ് അങ്ങനെ കമ്പയർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇനി ഈ x² + x², ഇത് അച്ഛൻ ഇതമ്മ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവരുടെ മക്കളുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി ഇവർ അച്ഛനും അമ്മയും സുഖമായിട്ട് ജീവിക്കും, പ്ലസ് സി. അവരുടെ ലൈഫ് സെറ്റായി. ഇനി ഇവിടെ ആയാലും അച്ഛനമ്മ സുഖമായിട്ട് ജീവിക്കും, x/a + c. ഇത്രയുള്ള വരെ കഥ. അച്ഛനമ്മ സുഖമായിട്ട് ജീവിച്ചു. ഈ 2 മക്കളുണ്ടായ കാര്യം വളരെ കഷ്ടമാണ്. ഇവിടെ എന്തുണ്ടായി? ഈ 1/2 കണ്ടു ലോഗ് എഴുതാനുള്ള കാര്യം മറക്കരുത്. ലോഗ് എഴുതണം, 1/2 എഴുതാം, അപ്പോൾ ലോഗ് എഴുതണം. കാരണം 2 മക്കളുണ്ടായി, ഇവർക്ക് ലോകം ചുറ്റി കാണാൻ എളുപ്പമായി. എന്താ അല്ലേ? അവസാനം ലോകം ചുറ്റി കണ്ട് ഇവർ രണ്ടുപേരും മരിക്കും, അച്ഛനമ്മയും. മരിച്ചോണ്ട് ഇനി അവരുടെ പേര് എഴുതാൻ കളയാ, k/k എന്ന് എഴുതുള്ളൂ. ഇവിടെ k ഡാഷ് എന്ന് വരും താഴെ, ഇവിടെ k ഡാഷ് എന്ന് വരും. k ഡാഷ് എന്ന് പറയുന്നത് മുകളിലാണ് വരിക, പ്ലസ് സി. അവർ രണ്ടുപേരും മരിച്ചു, ഇനിയൊന്നും ചെയ്യാനില്ല. ഓക്കെ, ഇനി കാര്യം ഈ സിംഗിൾ ആയവന്റെ കഥ. സിംഗിൾ ആയവന്റെ കഥയിൽ ഇവൻ ലോകം സിംഗിൾ ആവാൻ മീൻസ് ഇവർക്ക് പിള്ളേരില്ലാത്ത കഥ എന്ന് പറഞ്ഞാൽ ഇവർ ലോകം മുഴുവൻ ചുറ്റി കണ്ടു. അച്ഛനെ അവശേഷിച്ചു, അമ്മ മരിച്ചു. കാരണം കുട്ടികൾ ഉണ്ടായില്ലോ. അപ്പം അമ്മയുടെ തെറ്റാനുള്ള രീതിയിൽ അമ്മ മരിച്ചു, പ്ലസ് സി. എല്ലാവരും ലോകം ചുറ്റി കാണുകയും ചെയ്തു, എല്ലാവരും കഥ അവസാനിച്ചു. ഇതാണ് ഇവരെ പഠിക്കാനുള്ള ഇക്വേഷൻസ്. ഇനി ഇവിടെ k എന്ന് കാണുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് ഈ ഇക്വേഷൻ എല്ലാം ജസ്റ്റ് മോഡിഫൈ ചെയ്ത് എഴുതാം. എല്ലാത്തിനും താഴെ 1/1 ഉണ്ട്. 1/1/1/1/1 അതുണ്ട്. ഇനി വയ്ക്കേണ്ട കാര്യം ഈ k എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ k എന്ന് പറഞ്ഞാൽ ദിവന തന്നെയാണ്. ഈ റൂട്ട് ദിവന തന്നെ എഴുതണം. അതിനാണ് ഈ k എന്ന് ഉദ്ദേശിച്ചത്. ഇവിടുത്തെ k എന്ന് പറഞ്ഞാൽ ഇവിടെ റൂട്ടില്ലല്ലോ. അപ്പോൾ ഈ സ്ക്വയർ ഒന്ന് മാറ്റി നിർത്താം. ആ k നെയാണ് ഇവിടെ k എന്ന് ഉദ്ദേശിക്കുന്നത്. x - a ആണ് ഇവിടെ k എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ k ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ റിവേഴ്സ്, അതായത് x + a ആയിരിക്കും. ഇവിടുത്തെ k എന്ന് പറഞ്ഞാൽ k ഡാഷ് ആണ്. അപ്പോൾ ഈ സ്ക്വയർ റൂട്ട് കളയണം കേട്ടോ. അത് നോക്കരുത്. a - x ആണ്. k ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? a + x ആണ്. k എന്ന് പറയുന്നത് എന്താണ്? a - x തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇക്വേഷൻസ്. ഇത് വേഗം എഴുതാൻ പറ്റണം. ഇപ്പോൾ ഈ പറഞ്ഞ കഥയൊക്കെ മനസ്സിലോട്ടുണ്ട്. വേഗം നമ്മൾ വെച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പരീക്ഷയ്ക്ക് എഴുതിയിട്ടുള്ളൂ ആ ഇക്വേഷൻ. അപ്പോൾ എപ്പോൾ 1/√ എന്ത് കണ്ടാലും ഈ ഇക്വേഷൻസ് എഴുതാൻ പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലംസിലേക്ക് പോകാം. പ്രോബ്ലംസിലേക്ക് നോക്കുമ്പോൾ ഇന്റഗ്രൽ 1/√ 9 + 25x² dx. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി 1/√ വന്നു. അപ്പോൾ ഇത് എന്താണ്? പർട്ടിക്കുലർ ഫംഗ്ഷൻ ആണ്. ആ കാര്യം അപ്പോൾ തന്നെ മനസ്സിലാക്കാം. പിന്നെ പർട്ടിക്കുലറും പാർഷ്യലും തമ്മിൽ തെറ്റി പോയത്. പാർഷ്യൽ എന്ന് പറഞ്ഞാൽ 1 ഇങ്ങനെ വരും, പർട്ടിക്കുലർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് റൂട്ട് വരും. ഈ കാര്യം മറക്കാണ്ട് പഠിക്കുക. ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു പേജ് എടുക്കുക. നമുക്ക് കിട്ടുന്നത് എന്തായാലും പേപ്പർ കിട്ടും. അപ്പോൾ പേപ്പർ എടുക്കുക. നമുക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? വേഗം ചെയ്യാം. ഞാൻ ഇപ്പോൾ കോഡ് പറയില്ല, ഞാൻ വേഗം എഴുതുവാണ്. നിങ്ങൾ കണ്ട് നിങ്ങൾ പേപ്പറിൽ എഴുതി നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണ്? ഇനി ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ് അല്ല, അവസാനത്തേനും റൂട്ട്. പിന്നെ ഇവന് വരും, ആരെല്ലാം ഇവന് കല്യാണം. അപ്പോൾ എന്ത് വരും? ഇവന് 2 പിള്ളേർ 2a, ഇവന് 2 പിള്ളേർ 2a. പിന്നെ ഇവ സിംഗിൾ നോക്കരുത്. ഇവന് കല്യാണം കഴിച്ചപ്പോൾ ഒറ്റ കുട്ടി 1/a. ഇവനെ കല്യാണം കഴിച്ചപ്പോൾ സൺ വരും, മോൻ പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ്. ഇവനപ്പോൾ എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവരെ കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു സുഖമായിട്ട് ജീവിക്കും അച്ഛനമ്മ. x/a + c. ഇവനും അതെ, x/a + c. ഇവരെ കഥ നോക്കുമ്പോഴാണെങ്കിൽ ഇവർ ലോകം മുഴുവൻ ചുറ്റി കാണും. ലോഗ് ഇവിടെയും ലോഗ് ഇവരെന്ത് ചെയ്യും? പിന്നെ മോഡുലസ് ആണ്, ലോഗ് മോഡുലസ് എക്സും എയും. അപ്പോൾ അച്ഛനമ്മ മൊത്തം മരിച്ചു പോയി. ഇപ്പോൾ k/k ഡാഷ് ഇവിടെ എന്ന് പറയുമ്പോൾ k'/k + c ഇവിടെ പ്ലസ് സി. ഇങ്ങനെയുള്ള ഇവർ അച്ഛനമ്മയും എന്താ മക്കളില്ലാത്തതുകൊണ്ട് എന്തായി? ഇവർ ലോകം മൊത്തം ചുറ്റി കണ്ടിട്ട് അച്ഛൻ അമ്മ വെച്ചു പ്ലസ് സി. അപ്പോൾ ഇതാണ് കമ്മ്യൂണിക്കേഷൻ കിട്ടി. ഇനി നമുക്ക് ഓരോ വെച്ച് നോക്കാം. 1/√ 9 + 25x². നമുക്ക് ഇതിന് ആദ്യം കുറച്ചും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് 1/√ 9 എന്ന് പറഞ്ഞാൽ എന്താണ്? 3ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 3² എന്ന് എഴുതാം. പ്ലസ് 25 എന്ന് പറഞ്ഞാൽ എന്താണ്? 5² ആണ്. അപ്പോൾ 5² എന്ന് എഴുതാം. പിന്നെ x² എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇത് തന്നെയാണ് ഈ റൂട്ട് 1/√ 3² + 5² x² എന്ന് പറഞ്ഞാൽ 5x² എന്നാണ്. ഓക്കെ, ഇതിന്റെയാണ് നമ്മൾ ശരിക്കും ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്നത്. നമ്മൾ എപ്പോഴും നമുക്ക് പറ്റാവുന്ന സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം ഈ പറയുന്ന ഇക്വേഷൻ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നോക്കാം. ഈ x വരുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി a എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ്. x എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭാഗത്താണ് വരുന്നത് 5 ആണ്. x എന്ന് പറഞ്ഞാൽ 5x ആണ്. ഓക്കെ, ഇനി ഈ ഭാഗത്ത് തന്നെ മൊത്തം എടുക്കണല്ലോ, അതുകൊണ്ടാണ് 5x എടുത്തത്. ഇനി x ഈ ഭാഗത്തായി കൊണ്ട് ഇതെടുത്തു. ഇനി a² + x², അതായത് ഇവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ മനസ്സിലായി 1/√ a² + x². ഇതിലേക്ക് നമുക്ക് നോക്കുമ്പോൾ അതിൽ ഇക്വേഷൻ കാണില്ല, കാരണം നമ്മൾ 5 വെച്ചിട്ടുള്ളൂ. 6ാമത്തെ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ നക്ഷത്രത്തെ ഇവനുണ്ടല്ലോ, ഇവനാണ് ഇക്വേഷൻ. ഈ a² + x²ഉം x² - x² എന്ന് പറഞ്ഞാൽ ഈ മൈനസ് ജസ്റ്റ് പ്ലസ് ആക്കുക. ഇക്വേഷൻ ഇത് തന്നെയാണ്. ഓക്കെ, അത് മറക്കരുത്. പ്ലസ് വന്നാലും മൈനസ് വന്നാലും റൂട്ടിന്റെ ഉള്ളിൽ പ്ലസ് വന്നാലും മൈനസ് വന്നാലും ഇത് തന്നെയാണ് ഇക്വേഷൻ. ഓക്കെ, log x + k + c. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതി നോക്കാം. ഇവിടെ എഴുതി നോക്കുന്നത് = log x എന്ന് പറഞ്ഞാൽ 5x പ്ലസ് k എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇവിടെ ഉള്ളവൻ താഴെ ഉള്ളവൻ. അപ്പോൾ √ a² എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സാധനം തന്നെ എഴുതി വെച്ചാൽ മതി. 3² + 5² x². പിന്നെന്താണ്? മോഡുലസ് പ്ലസ് സി. ഇതാണ് അതിന്റെ ഉത്തരം. നമ്മൾ കണ്ടില്ല എന്ന് വെച്ച് നമ്മൾ പഠിച്ച ഇക്വേഷൻ സെറ്റ് ആണല്ല. ഈ മൈനസ് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇവിടെ പ്ലസ് വന്നാലും ഈ സെയിം ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതിന്റെ അർത്ഥം. ഇനി നമുക്ക് നോക്കാം
ഇന്റഗ്രൽ ഓഫ് 1 ബൈ റൂട്ട് ഓഫ് 7 മൈനസ് 6x മൈനസ് എക്സ് സ്ക്വയർ. ഇതിന്റെ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ ഇത് ഇങ്ങനെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം. 7 മൈനസ് 6x മൈനസ് എക്സ് സ്ക്വയർ നമുക്ക് ഒന്ന് ശരിയാക്കി എടുക്കാം. അതായത് എക്സ് സ്ക്വയർ ഈ 6x ഇപ്പുറത്തെ സൈഡിൽ എടുക്കാം. അപ്പോൾ പ്ലസ് 6x മൈനസ് 7. ഇതിന് വേറെ കാര്യം ഞാൻ കാണിച്ചാൽ എങ്ങനെ ഞാൻ വന്നു അറിയാത്തവർക്ക് ഞാൻ കാണിച്ചാൽ ഇത് 0. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 7 മൈനസ് 6x മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സ് സ്ക്വയറിനെ അപ്പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 7 മൈനസ് 6x ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇനി 6x അപ്പുറത്തേക്ക് എടുക്കാം. 7 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 6x. ഇനി നമുക്ക് 7 അപ്പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 6x മൈനസ് 7 ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ നമുക്ക് ഇത് കിട്ടേണ്ടത് അതങ്ങനെയാണ് വന്നത് കേട്ടോ. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം. ഇനി വോൾ റേസ് ടു മൈനസ് എന്ന്, ഓക്കെ, കാരണം നമ്മൾ തിരിച്ചെഴുതിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മൈനസ് എടുത്തത്. ഇനി നമുക്ക് കാര്യം ചെയ്യാം, ഈ 6x ഉണ്ടല്ലോ അതിന്റെ പകുതി, ഈ 6ന്റെ പകുതി 3 അതിന്റെ സ്ക്വയർ കൊണ്ട് ഇതിനെ പ്ലസ് ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 6x മൈനസ് ഈ 7 വിളിക്കട്ടെ, നമുക്ക് ഈ 6xന്റെ ഇതുകൊണ്ട് കൂട്ടാം, 3 സ്ക്വയർ ഇതിന്റെ ഇരട്ടിയോട് കൂട്ടി പ്ലസ് അല്ല മൈനസ് ആണോ, മൈനസ് 7. ഇനി വെറുതെ കൂട്ടാൻ പറ്റില്ലല്ലോ, നമുക്ക് തന്നെ കുറയ്ക്കും വേണം. അപ്പോൾ എന്ത് ചെയ്യാം, മൈനസ് 3 സ്ക്വയർ. എന്നാലല്ലേ അത് രണ്ടും ക്യാൻസൽ ആയി 0 ആവുള്ളൂ. അതിന്റെ ലോജിക്കാണ് നമ്മൾ പണ്ടേ പഠിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചോ, മൈനസ് 3 സ്ക്വയർ. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഇരട്ടിയോണ്ട് ഇതിന്റെ പകുതിയുടെ സ്ക്വയർ കൊണ്ട് കുറയ്ക്കുക, അതുപോലെ തന്നെ കൂട്ടും വേണം. ഇവിടെ കുറയ്ക്കല്ല, ഇവിടെ കൂട്ടും വേണം, അതുപോലെ തന്നെ കുറയ്ക്കും വേണം. ഓക്കെ, മൈനസ് 7. ഓക്കെ, ഇനി നമുക്ക് എന്ത് എഴുതാം, ഇതിനാണല്ലോ നമ്മൾ ഇങ്ങനെ പറയാം എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയറിനാണല്ലോ ഇങ്ങനെ എഴുതാം. ഈ മൊത്തം ടേമിനെ എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ആക്കി, പിന്നെ ബാക്കിയുള്ള വന്നിട്ട് മൈനസ് 7 മൈനസ് 9 ആയി. ഇനി നമുക്ക് ഇതിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാം. അതായത് എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ മൈനസ് 7 മൈനസ് 9 എന്ന് പറഞ്ഞാൽ മൈനസ് 16 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം 16 എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ ആണ്, അങ്ങനെ എഴുതാം. അതായത് മൈനസ് 7 എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. ഇതാണ് ഏറ്റവും സിംപ്ലിഫൈഡ് ഫോം. ഇനി നമുക്ക് ഇതിനെ അതിലോട്ട് എഴുതാം. അതായത് റൂട്ട് ഓഫ് 1 ബൈ റൂട്ട് ഓഫ് റൂട്ട് കിട്ടാൻ ഞാൻ എഴുതിയാണല്ലോ, റൂട്ട് ഓഫ് ഇവിടെ 4 സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 3 സ്ക്വയർ ഇങ്ങനെ എഴുതാലോ. ഓക്കെ, ഇങ്ങനെ ഇനി ഇതിന്റെ വേണം എടുക്കാൻ. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി, എക്സ് എന്ന് പറയുന്നത് ഈ ഭാഗത്താണ് തന്നെ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 3. ഇനി എ എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഈക്വൽ ടു സ്ക്വയർ എ സ്ക്വയർ എന്ന് വെച്ചാൽ 4 സ്ക്വയർ, അതായത് 4 ആണ്. ഇനി നമുക്ക് ഈ ഇക്വേഷൻ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എവിടെയാണ്, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ്. ഉത്തരം എഴുതിക്കോ, സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 3 ആണ്. അപ്പോൾ എക്സ് പ്ലസ് 3 ബൈ എ എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 പ്ലസ് സി, ഇതാണ് നമ്മുടെ ഉത്തരം. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദ്യം തരാം. ഈ പറഞ്ഞാൽ സെയിം ലോജിക് വെച്ച് ചെയ്യാം. റൂട്ട് ഓഫ് 1 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 dx. ഇത് ചെയ്യാൻ പഠിച്ചോട്ടാ. ഇവിടെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2നെ നമ്മൾ എന്ത് ചെയ്യണം, സിംപ്ലിഫൈ ചെയ്യണം. 2ന്റെ പകുതി 1 സ്ക്വയർ വെച്ച് ആഡ് ചെയ്ത് അങ്ങനെ വേണം സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ എക്സ് പ്ലസ് 1 സ്ക്വയർ പ്ലസ് അങ്ങനെ വരും. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഈ ഇക്വേഷൻ എഴുതി നോക്കാം, എന്നിട്ട് അത് വെച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പർട്ടിക്കുലർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ടോപ്പിക് തീർന്നു. അപ്പോൾ നമുക്ക് അത് കിട്ടാം ടിക്കറ്റ് വെച്ചിട്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊഡക്റ്റ് റൂൾ ആണ്. പ്രൊഡക്റ്റ് റൂൾ. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് റൂളിൽ പോകുമ്പോൾ പ്രൊഡക്റ്റ് റൂൾ ഇതിൽ നമുക്ക് 2 ഫംഗ്ഷൻസ് ആണ് അതിന്റെ ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ പറയും. അതിൽ ഒരെണ്ണം ചിലപ്പോൾ ലോഗരിതമിക് ഫംഗ്ഷൻ ആവും, ഒരെണ്ണം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആവും. അങ്ങനെ 2 ഫംഗ്ഷൻ, ഒരെണ്ണം എയും ഒരെണ്ണം ബിയും ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ ഫംഗ്ഷൻ അങ്ങനെ വെച്ച് അതേ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് വോൾ ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ബി. ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഇത് കാണാപ്പാടെ തന്നെ പഠിക്കണം. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പഠിക്കാം. ഇന്റഗ്രൽ ഓഫ് എ ബി ഈക്വൽ ടു എ ഇൻറ്റു ഇന്റഗ്രൽ ബി മൈനസ് എ ഇൻറ്റു ഇന്റഗ്രൽ ബി. ഇതിനെ വോളായിട്ട് എടുക്കാം. ഇവിടെ ഒരു ഡി ബൈ ഡി എക്സ് ഇടാം, പിന്നെ ഇവിടെ ഇന്റഗ്രൽ ഇടാം. ലൊക്കേഷൻ ഇങ്ങനെ പഠിച്ചാൽ മതി. 2 വട്ടം എഴുതിയിട്ട് ഇവിടെ ഡിഫറൻസിയേഷൻ്റെ സീൻ ഇടാം, പിന്നെ വോൾ ഇന്റഗ്രേഷൻ ഇടാം. ഓക്കെ, ഇനി ഹൈലൈറ്റ് റൂൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എ ട്രിഗണോമെട്രിക് തന്നിട്ട് ഇവിടെ നമുക്ക് എക്സ്പോണൻഷ്യൽ തന്നു. അപ്പോൾ അത് ശരിയാണ്, ശരിക്കുള്ള ഓർഡർ. പക്ഷേ ഇവിടെ എക്സ്പോണൻഷ്യൽ തന്നിട്ട് ഇവിടെ ട്രിഗണോമെട്രിക് തന്നാൽ അതിനൊക്കെ ഒരു ഓർഡർ ഉണ്ട് ഫംഗ്ഷൻസ് അറേഞ്ച് ചെയ്യുന്നതിന്. ആ ഓർഡറിനെ ഈ ഹൈലൈറ്റ് റൂൾ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ ഐ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ആണ്, ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണ് ആദ്യം വരാം. അത് കഴിഞ്ഞാൽ എൽ എന്ന് പറഞ്ഞാൽ ലോഗറിതമിക് ഫംഗ്ഷൻസ് ആണ്, പിന്നെ എ എന്ന് പറഞ്ഞാൽ ആൾജിബ്രായിക് ആണ്, ടി എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രിക് ആണ്, ട്രിഗണോമെട്രിക്. പിന്നെ ഈ എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ആണ്. അപ്പോൾ ഈ പറയുന്ന ഇ റേസ് ടു എക്സ് ഒക്കെ ഏറ്റവും അവസാനമാണ് ഉപയോഗിക്കേണ്ടത്, എക്സ്പോണൻഷ്യൽ. ഓക്കെ, എക്സ്പോണൻഷ്യൽ ഇ റേസ് ടു എക്സ്. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്താൽ പഠിക്കാം. ഇത് ഇന്റഗ്രൽ ഓഫ് എക്സ് ലോഗ് എക്സ് ഡി എക്സ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഹൈലൈറ്റ് റൂൾ വെച്ച് ചെയ്യാൻ നോക്കണം. ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൾജിബ്രായിക് ആണ്. ഈ പറയുന്ന ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോഗറിതമിക് ആണ്. നമുക്കറിയാം ലോഗറിതമിക് കഴിഞ്ഞിട്ടാണ് ആൾജിബ്രായിക് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ മാറ്റി എഴുതാം. ഇന്റഗ്രൽ ലോഗ് എക്സ് എക്സ് ഡി എക്സ് ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ പഠിച്ചു ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ എ ഡോട്ട് ഇന്റഗ്രൽ ഓഫ് ബി, അതായത് ഈക്വൽ ടു എ ലോഗ് എക്സ് അങ്ങനെ തന്നെ വെച്ചു ഇന്റഗ്രൽ ഓഫ് എക്സ് മൈനസ് വോൾ ഇന്റഗ്രൽ ഓഫ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എക്സ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഈക്വൽ ടു ലോഗ് എക്സ് അങ്ങനെ തന്നെ എഴുതി. ഇന്റഗ്രൽ ഓഫ് എക്സ് നമുക്കറിയാം മൈനസ് ഇന്റഗ്രൽ ഓഫ് വോൾ ഇന്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ 1/x ആണ്. അപ്പോൾ ഇൻറ്റു ഇതിന്റെ ഇന്റഗ്രൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എക്സിന്റെ ഇന്റഗ്രൽ ആണ്. നമുക്കറിയാം എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റേസ് ടു 1 ആണ്. അപ്പോൾ എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ എന്ന് വരും എക്സ് റേസ് ടു n plus 1 divided by n. അപ്പോൾ x raised to 1 plus 1 x raised to 2 by 2 എന്ന് വരും. ഓക്കെ, മൈനസ് ഇന്റഗ്രൽ 1/x ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് എക്സ്. ഇന്റഗ്രൽ ഓഫ് എക്സ് നമുക്ക് പറഞ്ഞാൽ x raised to 2 divided by 2 ആണ്. ഓക്കെ, ഇത് മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഡിഫറൻസിയേഷൻ പെട്ടെന്ന് ചിന്തിച്ചു. ഇത് മാർക്ക് ചെയ്തിട്ടാണ് dx. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്നും കൂടെ എഴുതാം. അതായത് എക്സ് സ്ക്വയർ ലോഗ് എക്സ്, അതിന് നമുക്ക് എഴുതാം, ഇങ്ങനെ എഴുതാം, എക്സ് സ്ക്വയർ ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ 2 മൈനസ് ഇന്റഗ്രൽ ഓഫ് ഇന്റഗ്രലിന്റെ ഇവിടെ നമുക്ക് കാണാം ഈ 1ഉം ഈ 2ഉം എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ 1/2 ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ബൈ എക്സ് ഡി എക്സ്. ഇതിൽ സ്ക്വയറും താഴത്തെ എക്സും ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്തായി, നമുക്ക് എഴുതാം എക്സ് സ്ക്വയർ ലോഗ് എക്സ് ബൈ 2 മൈനസ് ഇവിടെ എക്സ് ഇന്റഗ്രൽ ഓഫ് എക്സ് എന്നിട്ടാണ് എക്സ് റേസ് ടു 2 ബൈ 2 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 2 കൂടി 2 ഇൻറ്റു 2 4 പ്ലസ് സി. ഇങ്ങനെയാണ് അവസാനം ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. ഈ ഇതിന്റെ പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ടുള്ള ഇനിയും കുറേ എണ്ണം ചെയ്ത് നോക്കണം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത് മാത്രം ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുള്ളൂ. ഇനി ഇതുപോലെ സംഭവമാണ്. ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് വന്നിട്ട് ബ്രാക്കറ്റിൽ ഒരു ഫംഗ്ഷനും പ്ലസ് അതിന്റെ ഡെറിവേറ്റീവും തന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇ റേസ് ടു എക്സ്
ഇൻറ്റു ഫംഗ്ഷൻ എഴുതാം. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്, പഠിച്ചു വെച്ചോ. നമ്മുടെ ലോ പോലെ തന്നെ പഠിക്കുന്നതാണ്, ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. നമുക്ക് അതിനെ ബേസ് ചെയ്ത് ചോദ്യം ചെയ്യാം. ഇന്റഗ്രൽ ഓഫ് e⁻x sec x 1 + tan x. ഞാൻ പറഞ്ഞിട്ട് ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. e⁻x 1 × sec x sec x പ്ലസ് sec x × tan x sec x × tan x. നമുക്ക് കാര്യം അറിയാം, sec x എന്ന് വെറുതെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇന്റഗ്രേഷൻ എന്താണ്, ഇവിടെ സ്ക്വയർ ചെയ്യല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് അങ്ങനെ എഴുതണം sec x, പിന്നെ സ്ക്വയർ ചെയ്യാത്തതുകൊണ്ട് tan x കൂടെ എഴുതണം, പിന്നെ dx വരും. അപ്പോൾ ഇതെന്താണ്, ഇതിന്റെ ഇന്റഗ്രേറ്റഡ് ഭാഗമാണ് ഈ sec x എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഡയറക്റ്റ് എഴുതാം ഈക്വൽ ടു e⁻x sec x. ഇതാണ് ഇതിന്റെ ഉത്തരം എഴുതാം, sec x പ്ലസ് സീൻ വേണം. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന പ്രൊഡക്റ്റ് റൂളിൽ തന്നെ ഒരു കാര്യം കൂടെ അവസാനമായിട്ട് ഇന്റഗ്രേഷനിലെ ഒരു 3 ഇക്വേഷൻ, അതിൽ നമ്മൾ 2 പഠിച്ചാൽ മതി. ആ 2 ഇക്വേഷൻ കൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറേ ഇക്വേഷൻ പഠിച്ചല്ലോ. ആ ഇക്വേഷനുകളുടെ പഠിത്തത്തിന് ഒരു സമാധി വയ്ക്കുകയാണ്. അവസാനത്തെ 2 ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതില്ല 1/√. പക്ഷേ നമുക്കിപ്പോൾ വേണ്ടത് ഈ റൂട്ട് മാത്രമാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങനെ എഴുതും x a, നേരത്തെ അതേ സ്റ്റെപ്പ് a x, 2 ഇക്വേഷൻ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുള്ളൂ. പിന്നെ 2നും സ്ക്വയർ ഇട്ട് കൊടുക്കുന്നു, 2നും മൈനസ് ഇട്ട് കൊടുക്കുന്നു, 2നും റൂട്ട് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, ഈ എണ്ണത്തിനാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇത് നമ്മൾ അധികം കോഡ് ഇട്ട് പഠിക്കില്ല, ജസ്റ്റ് മനസ്സിലാക്കി പഠിക്കുള്ളൂ. കാരണം കോഡ് നേരത്തെയും ഇപ്പോഴത്തെയും കൂടെ ആയ കൊളായി പോകും. അതുകൊണ്ടാണ് ഇത് കോഡ് പഠിക്കില്ല, ജസ്റ്റ് ഇങ്ങനെ പഠിച്ചാൽ മതി. x/2 ഇവിടെ അതെ x/2, ഇവിടെ k എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ദി സെയിം ടേം ആണ്, 2 ടേം ആണ് ഇവിടെ k എന്ന് ഉദ്ദേശിച്ച് എഴുതേണ്ടത്. പ്ലസ് നമുക്ക് എഴുതാം a²/2, ഇവിടെ അതെ a²/2. പിന്നെ ഇവിടേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് എഴുതണം, ലോഗ് എഴുതാം, ലോഗ് x + k എന്ന് എഴുതണം. k എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് കേട്ടോ, ലോഗ് x + k. ഇവിടെ എത്തുമ്പോൾ എന്താണ് sin ഇൻവേഴ്സ് x/a, sin ഇൻവേഴ്സ് x/a. അത് ജസ്റ്റ് ഇങ്ങനെ പഠിക്കുക, x വരുമ്പോൾ x വഴി വരും, ലോഗ് വരും, a ആദ്യം വരുമ്പോൾ sin ഇൻവേഴ്സ് വരും, അങ്ങനെ പഠിച്ചിരിക്കുക, a താഴെ വരും. ഓക്കെ, ജസ്റ്റ് അങ്ങനെ പഠിച്ചിരിക്കുന്നത് നല്ലത്. കോഡ് പഠിച്ചു കഴിഞ്ഞാൽ അവസാനം നേരത്തെ പഠിച്ചു, ഇപ്പോൾ പഠിച്ചുമ്പോൾ നേരത്തെ ഇതുപോലെ ഞാൻ പഠിച്ചത്. പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ച എന്താണ്, 1/√. വെച്ചിട്ടുള്ളതാണ്. ഇവിടെ 1/, ഇല്ല, റൂട്ട് വെച്ചിട്ടുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ അവിടെ എഴുതി എല്ലാത്തിനും 1/1 എന്ന് ഇട്ടത്. ഓക്കെ, ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. √(x² + 4x + 6). അപ്പോൾ നമുക്കറിയാം x² + 4x + 6നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെയ്യാം, x² + 4x, ഈ 4ന്റെ പകുതിയുടെ സ്ക്വയർ ചെയ്യാം, +2² + 6 - 2². സ്ക്വയർ ചെയ്യുമ്പോൾ സ്ക്വയർ കുറയ്ക്കും വേണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, x² അല്ല x + 2 ഹോൾ സ്ക്വയർ കിട്ടി, x + 2 ഹോൾ സ്ക്വയർ കിട്ടി, +2 കിട്ടും. ഓക്കെ, 6 ന്ന് 4 കുറച്ചാൽ 2. ഓക്കെ, അങ്ങനെ. ഇനി നമുക്ക് എന്ത് എഴുതാം, ഈ പറയുന്ന രീതിയിൽ എഴുതാം. അതായത് ഇന്റഗ്രൽ √(x + 2 ഹോൾ സ്ക്വയർ + 2). അപ്പോൾ നമുക്ക് മനസ്സിലായി x വരുന്ന ടേം x = x + 2 എന്നാണ്. പിന്നെ ഈ 2 എന്ന് പറഞ്ഞാൽ എന്തിന്റെ സ്ക്വയർ, √2ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ a എന്ന് പറഞ്ഞാൽ എന്താണ്, a എന്ന് പറഞ്ഞാൽ √2 ആണ്. നമുക്ക് വേണ്ട ഇക്വേഷൻ എന്തിനായിരിക്കും, x² + a² ആയിരിക്കും. അപ്പോൾ ഇതിൽ x² + a² ഇക്വേഷൻ ഏതാ, നമുക്കറിയാം ഇവിടെ നമ്മൾ പ്ലസിന്റെ എഴുതിയില്ല. പക്ഷേ നമുക്ക് ഇവിടെ x² ആദ്യം വരുന്നത് ഇവിടെയാണ്, മൈനസ് വന്നാലും പ്ലസ് വന്നാലും ഈ ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം x/2k എന്ന് പറയുമ്പോൾ ഈക്വൽ ടു x എന്ന് പറഞ്ഞാൽ ഈ ടേം, x/2 x + 2/2, k എന്ന് പറഞ്ഞാൽ ഈ ടേം തന്നെ. അപ്പോൾ √(x + 2 ഹോൾ സ്ക്വയർ + √2 ഹോൾ സ്ക്വയർ, പിന്നെ a²/2, a² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2 ആണ്, അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ആണ്, 2/2 വരും, 2/2. പിന്നെ നമുക്കറിയാം log x + k, ലോഗ് താഴെ എഴുതുന്നുണ്ട്, ലോഗ് x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x + 2, ലോഗ് x + 2 പ്ലസ് k എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ കോൺസ്റ്റന്റ് ആണ്, അതായത് √(x + 2² ഹോൾ സ്ക്വയർ + √2 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് അവസാനത്തെ എന്ത് കിട്ടും, ഇതിൽ അവസാനം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കാര്യം മതി. അവസാനം നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഈ 2 × 2 ക്യാൻസൽ ചെയ്യാം, പ്ലസ് ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ഇതാണ് അപ്പോൾ അതിന്റെ ഇക്വേഷൻ വരുന്നത്, അല്ല ഉത്തരം വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തേക്ക് പോകാൻ. അപ്പോൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നേരത്തെ ചോദിച്ചാൽ ഈ ചോദ്യം ഉണ്ടല്ലോ എക്സ്പോണൻഷ്യലിന്റെ, ഇതുമായി ബേസ് ചെയ്ത ഒരു ചോദ്യം കൂടെ ഞാൻ തരാം. അപ്പോൾ ഇത് ജസ്റ്റ് ചെയ്ത് നോക്കാം. e⁻x ഇന്റഗ്രൽ ഓഫ് e⁻x 1/x - 1/x ഹോൾ സ്ക്വയർ. ഇത് ചെയ്ത് നോക്കിയിട്ട് കമന്റ് അറിയിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡെഫിനിറ്റ് ഇന്റഗ്രൽസിലേക്ക് പോകാം. നമ്മളപ്പോൾ പഠിച്ച് പ്രൊഡക്റ്റ് റൂൾ കഴിഞ്ഞു. അവസാനത്തെ ഭാഗമായ ഈ സിനിമയുടെ സമാധി എത്തി ഡെഫിനിറ്റ് ഇന്റഗ്രൽ പഠിക്കാം. ഡെഫിനിറ്റ് ഇന്റഗ്രൽ അതോടെ ഇന്റഗ്രേഷൻ എന്ന ചാപ്റ്റർ തീരും. ഡെഫിനിറ്റ് ഇന്റഗ്രലിലേക്ക് വരുമ്പോൾ നമുക്കറിയാം സാധാരണ ഇന്റഗ്രലിൽ എന്ത് എഴുതും, ഇന്റഗ്രൽ ഓഫ് f(x) dx എന്നാണ് എഴുതാം. ഡെഫിനിറ്റ് ഇന്റഗ്രൽ പ്രത്യേകത താഴെ എന്തെങ്കിലും 0 to a എന്നോ a to b എന്നോ അങ്ങനെ എന്തെങ്കിലും തരും. അപ്പോൾ ഈ പറയുന്ന എയും ബിയും എന്താണെന്ന് അറിയിക്കണം. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് ആണ്, മുകളിൽ എഴുതുന്നതുകൊണ്ട് അപ്പർ ലിമിറ്റ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ലിമിറ്റ് ആണ്, ലോവർ ലിമിറ്റ്. ഓക്കെ, നമ്മൾ ഈ സാധാ ഇന്റഗ്രേഷൻ ചെയ്ത് കിട്ടുമ്പോൾ ഒരു വാല്യൂ കിട്ടുമല്ലോ, അതിന്റെ കൂടെ നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ബ്രാക്കറ്റ് ഇട്ട് എഴുതാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ അപ്പർ ലിമിറ്റിന്റെ വാല്യൂ ആദ്യം എഴുതിയിട്ട് ലോവർ ലിമിറ്റിന്റെ വാല്യൂ കൊണ്ട് അതിനെ മൈനസ് എന്നാണ്, ഈ മൈനസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്കറിയാം ഇവിടെ ഇന്റഗ്രൽ ഓഫ് 2⁻³ 1/x dx. നമുക്കറിയാം 1/x എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 1/x = dx = log x ആണ്, log x. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് 2⁻³ log x എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് 3 മുകളിലും 2 താഴെ ഇടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം 3ന്റെ വാല്യൂ x കൊടുക്കണം, പിന്നെ 2ന്റെ വാല്യൂ x കൊടുക്കണം. അപ്പോൾ log 3 - log 2 എന്ന് കിട്ടും. അപ്പോൾ log 3 - log 2 എന്ന് ഞാൻ പറഞ്ഞാൽ log a - log b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ log a/b. അപ്പോൾ log 3/2 ഇതാണ് അതിന്റെ ഉത്തരം. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, നമുക്ക് അത് ചെയ്ത് നോക്കാം. ഇന്റഗ്രൽ ഓഫ് 0 to π/2 √sin x ഡിവൈഡഡ് ബൈ √sin x പ്ലസ് √cos x. ഇതെങ്ങനെ ചെയ്യും, നമ്മൾ ഇതിനെ i എന്ന് പറഞ്ഞൊരു ടേം ആയിട്ട് എടുക്കും, i എന്ന് പറഞ്ഞൊരു ടേം ആയിട്ട് എടുക്കും. എന്നിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യും. അതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യുക, ഇന്റഗ്രൽ നമുക്കിപ്പോൾ ഇതിനെ i ആയിട്ട് എടുക്കാം, i ഡാഷ് എടുക്കാം. ഇപ്പോൾ i എന്നാണ് i ഡാഷ് പറഞ്ഞാൽ i എന്ന് ഞാൻ അർത്ഥം, നമ്മൾ ജസ്റ്റ് തെറ്റിപ്പോയി i ഡാഷ് എടുക്കണം. അപ്പോൾ ഇന്റഗ്രൽ 0 to π/2 √sin x നമുക്ക് മാറ്റി എഴുതണം. sin x ന്റെ ഒരു ഇക്വേഷൻ ഇവിടെ പഠിക്കണം, sin π/2 - x = cos x. ഈ ഇക്വേഷൻ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ഇക്വേഷൻ ആണ് cos π/2 - x = sin x. അതുപോലെ തന്നെ tan π/2 - x = cot x. ഇത് ഇപ്പോൾ ഇന്റഗ്രേഷന്റെ ഭാഗമായിട്ട് പഠിക്കുന്നതല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. നമ്മൾ ശരിക്കും ട്രിഗണോമെട്രിയിൽ +1 തൊട്ട് പഠിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ cot π/2 - x = tan x. ഇത്ര കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിയിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇത് ചെയ്യാം. ഇതിലപ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം, sin x എന്നല്ലേ, അതിനെ നമുക്ക് cos ആക്കാൻ എന്ത് ചെയ്യണം, sin π/2 - x എന്നാക്കാം, sin
π/2 മൈനസ് എക്സ് എന്നാക്കി. അതുപോലെ തന്നെ ഇവിടെ സൈൻ π/2 മൈനസ് എക്സ് എന്നാക്കി. അതുപോലെ തന്നെ പ്ലസ് കോസിനെ നമുക്ക് എന്ത് എഴുതാം? കോസ് π/2 മൈനസ് എക്സ് എന്നാക്കിയാൽ സൈൻ എക്സ് ആവും. അങ്ങനെ എഴുതാം, കോസ് π/2 മൈനസ് എക്സ് എന്നാക്കി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഐ ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി ഈക്വൽ ടു 0 to π/2. ഇത് ഒരു സിംപ്ലിഫിക്കേഷൻ ആണ്. ഇന്റഗ്രേഷൻ ചെയ്തിട്ട് ഇതുവരെ ഇന്റഗ്രേഷൻ സിംബൽ ഇപ്പോൾ ഉണ്ട്. ഇവിടെ സൈൻ π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൂട്ട് ഓഫ് കോസ് എക്സ് എന്നാണ്, റൂട്ട് ഓഫ് കോസ് എക്സ്. അതുപോലെ തന്നെ സൈൻ π/2 മൈനസ് എക്സ് റൂട്ട് ഓഫ് കോസ് എക്സ്, റൂട്ട് ഓഫ് കോസ് എക്സ് പ്ലസ് കോസ് π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് സൈൻ എക്സ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇവിടെ ഐ ഡാഷും ഐയും ഈക്വൽ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇതിനെ ഒന്ന് എടുക്കാം, ഇതിനെ രണ്ടാമത്തെ എടുക്കാം. നൗ ആഡ് ഐ ആൻഡ് ഐ ഡാഷ് ആൻഡ് ഐ ഡാഷ്. ഞാൻ പറഞ്ഞിരുന്നു ഐ ഡാഷും ഐ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഐ പ്ലസ് ഇനി ഐ ഡാഷ് എടുക്കാൻ ഡയറക്റ്റ് ആയി ഞാൻ പറയുന്നത് ഐ പ്ലസ് ഐ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 0 to π/2 റൂട്ട് ഓഫ് സൈൻ എക്സ് ബൈ റൂട്ട് ഓഫ് സൈൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് കോസ് എക്സ് എന്നെടുക്കാം ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ഓഫ് 0 to π/2 റൂട്ട് ഓഫ് കോസ് എക്സ് ബൈ റൂട്ട് ഓഫ് കോസ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് സൈൻ എക്സ് ഡി എക്സ്. ഇപ്പോൾ ഞാൻ രണ്ടും എഴുതിയിട്ട് ഇക്വേഷൻ 1 ഉം ഇക്വേഷൻ 2 എഴുതിയിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ ഡിനോമിനേറ്റർ സെയിം ആണല്ലോ. ഇവിടെ സൈൻ എക്സ് കോസ് എക്സ്, ഇവിടെ ആയാലും കോസ് എക്സ് സൈൻ എക്സ് റൂട്ട് ഉണ്ട്. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ന്യൂമറേറ്റർ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യൂമറേറ്റർ ആഡ് ചെയ്യുന്നു. നമുക്ക് എന്ത് എഴുതാം? ഐ പ്ലസ് ഐ 2i ആണ്. 2i ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 0 to π/2 ഇവിടെ താഴെ ന്യൂമറേറ്റർ സെയിം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സൈൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് കോസ് എക്സ് ഇങ്ങനെ എഴുതുന്നു. മോൾ ഭാഗത്ത് നമുക്ക് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് സൈൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് കോസ് എക്സ്. ഇനിയാണ് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ്, ഡിനോമിനേറ്റർ നമുക്ക് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇത് പ്രത്യേക മോഡൽ ചോദ്യമാണ്. ഇത് മിക്കതും ഇങ്ങനത്തെ റൂട്ടിലൊക്കെ വന്നാലും അതുപോലെ തന്നെ വേറെ മോഡൽ വരും. ആ മോഡൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മനസ്സിലായിരുന്നു ഇതുവരെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. രണ്ട് ഭാഗം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2i ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 0 to π/2 1 dx കിട്ടും. ഇങ്ങനെ കിട്ടി കഴിഞ്ഞാൽ ഇത് മിക്ക ചോദ്യങ്ങളും ഏത് ചോദ്യം എടുത്താലും ഈ മോഡൽ ചോദ്യം അവസാനം 1 dx തന്നെ വന്നിട്ട് എല്ലാത്തിനും സിമിലർ ആണ്. എല്ലാ ചോദ്യത്തിനും ഇവിടെ വരെയുള്ളതേ നമ്മൾ കുറേ ഇക്വേഷൻ കിട്ടി കാണിച്ചു കൂട്ടുണ്ടോ. ഇവിടുന്ന് താഴോട്ടുള്ളതൊക്കെ സിമിലർ സ്റ്റെപ്പുകളാണ്. എല്ലാ ചോദ്യത്തിനും ഓർത്ത് വെച്ചോട്ടെ, സിമിലർ സ്റ്റെപ്പുകളാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2i ഈക്വൽ ടു 1 കിട്ടി. ഇന്റഗ്രൽ ഓഫ് 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x ആണ്. അപ്പോൾ 2i ഈക്വൽ ടു x കിട്ടി. x എന്ന് പറഞ്ഞാൽ π/2 0 ഇടണം. അത് നോക്കിയത് 0യും π/2 ഇട്ടു. അതായത് നമുക്ക് മനസ്സിലായി x ന് ആദ്യം π/2 കൊടുക്കാം. അപ്പോൾ π/2 കൊടുക്കാൻ എന്തെങ്കിലും 2i ഈക്വൽ ടു π/2 പിന്നെ നമ്മൾ 0 കൊടുക്കണം, മൈനസ് 0. ഇത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് കിട്ടി 2i ഈക്വൽ ടു π/2. അപ്പോൾ i എന്താണ്? i ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. i എന്ന് പറഞ്ഞാൽ ഈ 2 താഴോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 4 π/4. ഓക്കെ, i ഈക്വൽ ടു π/4. അങ്ങനെ നമ്മൾ ഇതിലൊരു വലിയ പ്രോബ്ലം തീർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഈ മോഡലിൽ വരുന്ന ചോദ്യമാണ് മോഡുലസ് വെച്ച്. മോഡുലസ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാര്യം അറിയാം. എന്ത് വാല്യൂ മോഡുലസിന്റെ ഉള്ളിൽ വന്നാലും നമുക്ക് രണ്ട് ഓപ്ഷൻ ആണുള്ളത്. ഒന്നല്ലെങ്കിൽ പോസിറ്റീവ് ആവാം, x - 5 ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം, മൈനസ് ഓഫ് x - 5 ആവാം. അപ്പോൾ ഒരെണ്ണത്തിനെ i എന്നും ഒരെണ്ണത്തിനെ i ഡാഷ് എന്നും എടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഈ പറഞ്ഞ സ്റ്റെപ്പിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഇതിന് മാത്രം മോഡുലസ് തന്നെ ചോദ്യം ആയതുകൊണ്ട് മാത്രം ഇതിൽ ന്യൂമറിക്കൽസ് വരും. ഓക്കെ, നമ്പറുകൾ വരും. അപ്പോൾ ആ നമ്പറുകൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ഇതിന് ഉത്തരം കിട്ടുക i1 + i2 i + i ഡാഷ് ഈസ് ഈക്വൽ ടു i ഡാഷ് ഈസ് ഈക്വൽ ടു 9 എന്നായിരിക്കും കിട്ടുക. ഓക്കെ, ഇത് ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. മോഡുലസ് ആണ്, പിന്നെ കുറച്ചധികം സ്റ്റെപ്പ് വരും. അപ്പോൾ വീഡിയോയിൽ നീളം കൂടാണ്ടിരിക്കാനാണ് ജസ്റ്റ് ഉത്തരം പറഞ്ഞത്. ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അതുപോലെ ഞാൻ വേറെ ഇതേ മോഡൽ വരുന്ന പാറ്റേൺ തന്നെ എക്സാമ്പിൾ പറഞ്ഞുതരാം. i ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 0 to π/2 cos square x dx. ഈ ചോദ്യമായാലും ഇതേ മോഡൽ ഇവിടെ വരെ വരും. അത് കഴിഞ്ഞാൽ ഈ സിമിലർ സ്റ്റെപ്പ് ചെയ്ത് അവസാനം π/4 ഉത്തരം വരും. ഓക്കെ, ഇവിടെ cos square x നെ i ആയിട്ട് കൊടുക്കുക. എന്നിട്ട് i ഡാഷ് എടുത്തിട്ട് cos square x നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് sin square x ആക്കി എടുക്കുക. അത് കഴിയുമ്പോൾ രണ്ട് i പ്ലസ് i ഡാഷിനെ രണ്ടും കൂടെ പ്ലസ് ചെയ്യുക, ആഡ് ചെയ്യുക. അവസാനം നമുക്ക് കിട്ടും 23 കിട്ടും. അപ്പോൾ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഈ സിംഗോട് അവസാനിച്ചു. ഇനി വേണമെങ്കിൽ മോഡലിന്റെ ആൻസർ ഇതുമായി ബന്ധപ്പെട്ട ഞാൻ ഈ ചോദ്യം വന്നേക്കുന്നത് കാണിച്ചു തരാം. നമുക്ക് ആദ്യത്തെ ചോദ്യം വരുന്നത് ഇവാലുവേറ്റ് sin x റൂട്ട് ഓഫ് sin x ബൈ റൂട്ട് ഓഫ് sin x പ്ലസ് cos x. ഈ ചോദ്യം ഞാനിപ്പോൾ ചെയ്തത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമുക്ക് ഇന്റഗ്രേഷൻ മിക്കപ്പോൾ 6 മാർക്കിന് ചോദ്യമായിട്ട് ബാക്കിൽ 3 എണ്ണമായിട്ടാണ് വരാറ് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇവിടെ നോക്കാം, ഇവിടെ ഇത് പാർഷ്യൽ ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ 0 to π/2 x cos x dx. ഇത് നമ്മൾ വെച്ച് ചെയ്യേണ്ടത് നമ്മുടെ i8 റൂൾ വേണം ഉപയോഗിക്കാൻ. ഇവിടെ x എന്ന് പറയുന്നത് നമുക്ക് ആൾജിബ്രായിക് ഫംഗ്ഷൻ ആണ്, cos x എന്ന് പറയുന്നത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇത് കൃത്യം റൂൾ ഞാൻ കിടക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രൽ വെച്ച് ചെയ്യാം. ഓക്കെ, അവസാനം ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടും. അതിന് നമ്മൾ 0യും π/2 വാല്യൂ കൊടുക്കുക. അതുപോലെ ഞാൻ ഇവിടെ ഇന്റഗ്രൽ ഓഫ് 1/1 + x² / 4 ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ x² എന്ന് പറഞ്ഞാൽ നമുക്ക് x ന്റെ ടേമും 1 എന്ന് പറഞ്ഞാൽ a യുടെ ടേമാണ്. അങ്ങനെ അത് a + x വരുന്ന മറ്റേ പർട്ടിക്കുലർ ഫംഗ്ഷൻ വെച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഈ വീഡിയോ കാലത്ത് 9:00 തുടങ്ങിയതാട്ടോ, ഇപ്പോൾ 6:00. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.